You might have heard Sachin Tendulkar's back injury വന്നിട്ടുണ്ടായിരുന്നു. He was almost on the verge of going for surgery. അവസാനം another doctor told that വേണ്ട, we will wait. And then finally, he never had to do surgery. ഓൾമോസ്റ്റ് ഈ ലോകത്തുള്ള എല്ലാവരുടെയും മെയിൻ ഒരു പ്രശ്നമാണ് ഈ നടുവേദന. In every 100 people, at least 80 people have been affected by back pain. It's almost universal. And people who say any back pain, they must be lying. Our body is not meant for sitting. Sitting, നമ്മുടെ cardiac function down ആവും, bowel function down ആവും. That's why IT people, they always recommend them to check their blood levels. Every year അവർക്ക് blood checkup ഒക്കെ ഉണ്ട്. So this is to identify if they are having metabolic syndrome. Metabolic syndrome വന്നു കഴിഞ്ഞാൽ then their chance of getting cardiac disease, heart attacks, stroke, ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ അതൊക്കെ വെരി ഹൈ ആണ്. ഈ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടുള്ളതാണോ? ആക്ച്വലി ഡെഡ് ലിഫ്റ്റ് കൊണ്ട് നമുക്ക് ബോഡിക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്? ഡെഡ് ലിഫ്റ്റ് ഇസ് എക്സലന്റ്. ഐ വുഡ് റെക്കമെൻഡ് ഡെഡ് ലിഫ്റ്റ് ഫോർ എവറിബഡി, എസ്പെഷ്യലി ലേഡീസ്. അവർക്കാണ് ഈ ബോൺസ് ഒക്കെ വീക്ക് ആവും ആസ് എ ഗ്രോ ഓൾഡർ. ഈ കാർഡിയോ എക്സസൈസസ് ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ കൂടുതൽ നമുക്ക് ഒരു ലോങ് ടേമിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുക? എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് വെയിറ്റ് ട്രെയിനിങ്. 50 years ഒക്കെ ആകുമ്പോൾ നമുക്ക് ജെൻസിന് ഒരു ഇഷ്യൂ ഇല്ല, ആ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് എപ്പോഴും മെയിൻറ്റെയിൻ ആവും. പക്ഷേ ലേഡീസിന് അങ്ങനെയല്ല. ഒരു 50 years കഴിഞ്ഞാൽ their hormones start receding. ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രായം ഏതാണ് ഈ പറയുന്ന കാൽസ്യം നമുക്ക് അതിന്റെ അളവ് കൂട്ടാനായിട്ട്? ഫ്രം അഡോളസൻസ്, ആ സ്റ്റേജ് തൊട്ടേ യു ട്രൈ ടു ഇൻക്രീസ് റിസർവോയർ. മെയിൻ ആയിട്ട് ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിന് പകരം കൂടുതലും ഹൈ ഇന്റൻസിറ്റി കാർഡിയോ അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ആണ് കൂടുതൽ പുഷ് ചെയ്യുക. പക്ഷേ ഇതുകൊണ്ട് ലോങ് ടൈമിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യമാണ് ഹൈ ഇന്റൻസിറ്റി ചെയ്യുന്നതുകൊണ്ട്. ചാൻസസ് ഓഫ് ഇഞ്ചുറീസ് ആർ കുറച്ചുകൂടെ ഹയർ. ഒരു മിസ്കൺസെപ്ഷൻ ആണ്. എവറിബഡി സേ ദാറ്റ് സർ ഞാൻ കുറേ നടക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി സ്ട്രെയിൻ ഫോർ ദ നീസ്. ഈ ഡീഹൈഡ്രേഷൻ വരുന്നത് മസിൽസിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. മസിലിന്റെ മെജോറിറ്റി ഒരു ഭാഗം വാട്ടർ കണ്ടന്റ് ആണ്. ഇപ്പോൾ കൈ മാറ്റുക, വാട്ട് ഹാപ്പൻസ്, യുവർ എൻറ്റയർ ലോവർ ബോഡി ഈസ് ആക്ടിവേറ്റഡ്. ഓക്കെ, സോ യു ആർ സിറ്റിംഗ് but without the support of the chest, entire full body gets activated. Everybody have to make sure that their body is listening to them as long as possible. Many things നമ്മുടെ control ഇല്ല, but whatever is under our control we should try to take it. Podcatcherന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ്. ഇന്നത്തെ കാലത്ത് സ്മോക്കിങ്ങിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് ഇരുന്നുള്ള ജോലി. 30 വയസ്സിന് ശേഷം മസിൽ ലോസ് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അതെങ്ങനെ കുറച്ചുകൂടെ നമുക്ക് ഡിലേ ചെയ്യിക്കാം? നമ്മുടെ കൂട്ടത്തിലെ പ്രായമുള്ളവർക്ക് വെയിറ്റ് മാനേജ്മെന്റ് ഒരു വലിയ പ്രശ്നമാണ്. അത് അവരുടെ ജോയിൻസിനെയും ഓവറോൾ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്. അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ഈ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഗണേഷ് ആണ്. ഡോക്ടർ ഗണേഷ് ഒരു ഓർത്തോപീഡിഷ്യൻ ആണെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഇൻ സ്പോർട്സ് മെഡിസിൻ, ACL റീകൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ സർജറീസും കീ ഹോളായി ചെയ്യുന്നതിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഡോക്ടർ ഗണേഷിന്റെ മറ്റൊരു എക്സ്പെർട്ടീസ് ജോയിന്റ് ആൻഡ് നീ റീപ്ലേസ്മെന്റ് സർജറീസ് ആണ്. ഈ എപ്പിസോഡ് മുഴുവനായി കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലുകളെ പറ്റിയും ജോയിന്റുകളെ പറ്റിയും നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ഡോക്ടർ ഗണേഷിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ ഗണേഷ്, വെൽക്കം ടു പോഡ്കാസ്റ്റർ. Thank you for having me. നമ്മൾ ഓർത്തോപീഡിക്സിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു പുതിയ ടേം ആയിരുന്നു സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർത്തോയും സ്പോർട്സ് മെഡിസിനും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? അപ്പം എൻ്റെ ഒരു സംശയം, എൻ്റെ അകത്ത് ഈ സ്പോർട്സ് മെഡിസിൻ ഈ സ്പോർട്സ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഓടുന്നത് ചാടുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ഡോക്ടറാണോ, അതോ ഈ സ്പോർട്സ് മെഡിസിൻ എല്ലാ വിഭാഗത്തിലും പെടുന്നതാണോ? എന്താണ് ഈ സ്പോർട്സ് മെഡിസിൻ എന്ന് പറയാം? To begin with, only surgical specialty was there. അത് ഒരു സർജൻ തന്നെ എല്ലാ സ്പെഷ്യാലിറ്റീസും നോക്കുന്ന ഒരാളായിരുന്നു. ദിസ് വാസ് വേ ബാക്ക് ഇൻ 1950s. പക്ഷെ ആ സമയത്താണ് ഈ ഫ്രാക്ചേഴ്സിനൊക്കെ സ്പെസിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പിന്നെ പതുക്കെ ഹി ബിക്കേം എൻ ഓർത്തോപെഡിക് സർജൻ. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റനിങ് ആൻഡ് പീഡിക് എന്ന് പറഞ്ഞാൽ ഇൻ ചിൽഡ്രൻ. സോ ചിൽഡ്രനിലെ ഡിഫോമിറ്റീസ് ആണ് ഇങ്ങനത്തെ ഡോക്ടേഴ്സ് കൂടുതൽ ട്രീറ്റ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ വന്നിട്ട് പിന്നെ ചിൽഡ്രൻ്റെ ബോൺ ഡിഫോമിറ്റീസ് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഇറ്റ് കെയിം ടു ഫ്രാക്ചർ ട്രീറ്റ്മെൻറ്റ്. ആ സമയത്തൊക്കെ ഈ വാർസും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഈ ഫ്രാക്ചേഴ്സ് വേർ ദ മോസ്റ്റ് കോമൺലി ഫേസ്ഡ് ഇഷ്യൂസ് വിത്ത് റിഗാർഡ്സ് ടു ബോൺ. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ കെയിം ടു ബി നോൺ ആസ് എൻ ഓർത്തോപെഡിക് സർജൻ. സോ ദിസ് എവോൾവ്ഡ് ഓവർ ദ ലാസ്റ്റ് 1900s, early 200s എവോൾവ് ചെയ്തു. പിന്നെ ഈ 1980s ആകുമ്പോഴാണ് ഈ സ്പോർട്സ് മെഡിസിൻ സ്റ്റാർട്ടഡ് ബിക്കമിങ് എ വെരി പോപ്പുലർ സബ് സ്പെഷ്യാലിറ്റി ഇൻ ഓർത്തോപെഡിക്സ്. ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇപ്പം റൈറ്റ് നോ. ഇപ്പം ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റി, ആൻഡ് സ്പോർട്സ് മെഡിസിൻ സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റി, ആൻഡ് സ്പോർട്സ് മെഡിസിനിൽ തന്നെ ഫുട്ട് ആൻഡ് ആങ്കിൾ ഒരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റി, ഷോൾഡർ ഒരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റി. സോ ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഇൻ എ ബിഗ് വേ, മെയിൻലി താങ്ക്സ് ടു സോ മെനി ഇന്നോവേഷൻസ്. നമുക്ക് ബയോമെറ്റീരിയൽസിൽ ഇന്നോവേഷൻസ് ഉണ്ട്, ബയോമെക്കാനിക്സിൽ ഇന്നോവേഷൻസ് ഉണ്ട്. സോ താങ്ക്സ് ടു ഓൾ ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഇൻ എ ബിഗ് വേ. അതിൽ സ്പോർട്സ് മെഡിസിൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് popularly known and one of the most rapidly expanding specialty.
വൈ? ബിക്കോസ് ഇപ്പം എല്ലാവർക്കും സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആണ്. നോട്ട് ഓൺലി അത്ലീറ്റ്സ്, എസ്പെഷ്യലി ടെക്കീസ് ഒക്കെ, ദേ ആർ സോ പാഷനറ്റ് അബൌട്ട് സ്പോർട്സ്. 5 days വർക്ക് ചെയ്യും, നെക്സ്റ്റ് 2 days വീക്കെൻഡ് വാരിയേഴ്സ് ആവും. ദേ വിൽ full day they will spend time in playing. It started as a specialty where it helps to improve the performance of any athlete. അങ്ങനെയാണ് തുടങ്ങിയത്. മസിൽ ഇഞ്ചുറീസ് വരാം, സ്പ്രെയിൻസ്, വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഇഞ്ചുറീസ്, ലിഗമെന്റ് ഡാമേജ്, ലിഗമെന്റ് ടയർസ്, പിന്നെ ഓഫ് കോഴ്സ് ഓവർ യൂസ് ഇഞ്ചുറീസ്. ഇനീഷ്യലി ഡോക്ടേഴ്സ് ഇതൊക്കെ ആണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ they came to understand that even in common people this is very common, because they are also starting to become very active. Everybody has come to know that activity levels are it is very good for health. So once they started going into increased activity levels, they also started facing these kind of issues. So then the sports medicine doctor became very relevant to them also. ഈ ഒരു സെഗ്മെന്റിന്റെ അടി വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇഞ്ചുറീസ് എന്തൊക്കെയായിരിക്കും? മോസ്റ്റ് കോമൺ ഇഞ്ചുറീസ് ലിഗമെന്റ് സ്പ്രെയിൻസ് ആണ്. അത് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ ആങ്കിളാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. ഫുട്ബോൾ കളിക്കുമ്പോഴോ മോസ്റ്റ്ലി ടർഫിൽ കാല് ട്വിസ്റ്റ് ആവും, നല്ല സ്വെല്ലിംഗ് ഉണ്ടാവും. Sometimes they will still be able to continue playing, sometimes they may have to stop playing. പക്ഷേ swelling may be there for 1 or 2 days, പിന്നെ completely resolve ആവും. So that is the most common injury, ligament sprains. പക്ഷേ ഹയർ സ്പെക്ട്രമിൽ വരുന്ന ഇഞ്ചുറീസ് ആണ് ഡിസ്ലൊക്കേഷൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഡിസ്ലൊക്കേഷനിൽ ഈ ലിഗമെന്റ്സ് കംപ്ലീറ്റ് ടയർ ആയി പോകും. സോ ലിഗമെന്റ് ഇസ് എ സ്ട്രക്ചർ വിച്ച് ഹോൾസ് 2 bones ടുഗദർ. അപ്പോൾ അത് ടയർ ആകുമ്പോൾ ആ ബോൺസ് ഡിസ്പ്ലേസ് ആവും. അപ്പോഴാണ് പ്ലേയേഴ്സ് അവർക്ക് തോന്നുന്നത് ആ കാല് എന്തോ സംഭവിച്ചു, എന്തോ അണങ്ങിപ്പോയി. So that is most, or it's a very high indication of a dislocation. That is a kind of situation where they need medical treatment. Pinna any higher spectrum lo povumbo you have fractures. Fracture, it can happen in contact sports like valare common aanu. Recently I even had a 15-year-old boy. Very very shocking it was. 15-year-old boy, we expect good bone strength, but football la tackle la he fell down and he broke his thigh bone, which is one of the most strongest femur bone. Okay. Perfect. So adala it was one of the strongest bones in the body. Even that bone can be fractured in sports injuries, in contact sports. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? എമർജൻസി ആയിട്ട് വി ഹാഡ് ടു സ്റ്റെബിലൈസ് ഹിം ഫസ്റ്റ്. ഫീമർ ഫ്രാക്ചർ ആണെങ്കിൽ ഈ ബ്ലഡ് ലോസ് കുറേ ഉണ്ടാവും. ഈ തൈ മസിൽസ് ഒക്കെ നല്ല സ്വെല്ലപ്പ് ആയി വരും. ബിക്കോസ് ഒരു ഫീമർ ഫ്രാക്ചർ ഓൾമോസ്റ്റ് 1 liter ബ്ലഡ് ലോസ് ഒക്കെ വരാം ഇൻസൈഡ് ദ തൈ മസിൽ. BP ഒക്കെ കുറയാം, ഹാർട്ട് റേറ്റ് ഒക്കെ ഇൻക്രീസ് ആവാം. സോ ഫസ്റ്റ് എമർജൻസി മാനേജ്മെന്റ് ആണ് കാഷ്വാലിറ്റി വെച്ചിട്ട് പുള്ളിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ദെൻ വി ഹാഡ് ടു ടേക്ക് ഹിം അപ്പ് ഫോർ സർജറി ഇമീഡിയറ്റ്ലി. ഇതിപ്പം ഏത് ടൈപ്പ് ഇഞ്ചുറി ആണ് നമുക്ക് സംഭവിച്ചത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ലിഗമെന്റിൽ വരുന്ന ഇഷ്യൂസിൽ നമുക്ക് സ്വെല്ലിംഗ് വരാം, അതുപോലെ ബോൺ ഫ്രാക്ചർ വരുന്നതിലും സ്വെല്ലിംഗ് വരാം. അപ്പൊ ഇത് തമ്മിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? We have to have an understanding of what requires immediate attention, what does not require. അപ്പം what requires immediate attention is ആ ഇഞ്ചുറി പറ്റുമ്പം one of the most important things patients tell me is they hear a sound. If they hear a sound, അവർക്ക് ഫീൽ ആവാം. സംടൈംസ് ഇറ്റ് ക്യാൻ ഈവൻ ബി ഓഡിബിൾ ടു ദ പ്ലേയേഴ്സ് നിയർ ബൈ. ആ പോപ്പ് എന്നൊരു സൗണ്ട്, ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. സോ ഇഫ് ദാറ്റ് ഹാപ്പൻസ് ദെൻ യു ഷുഡ് നോ ദാറ്റ് ഓക്കെ, you have to stop immediately and then take medical attention. If there is severe swelling, nalla swollen now compared to the other leg, it will be very different. Adu avumbom you should stop immediately. Pinna external injuries endengil undenge or cut avunundo something like that, then again you stop. So these are the indications. If one of this happens, you have to take immediate attention. ഈ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഈ കൂട്ടിൽ നിൽക്കുന്നവർ എടുക്കുന്ന ഒരു പ്രിക്കോഷൻ ഉണ്ട്. ചിലർ വാരി എടുത്തുകൊണ്ടൊക്കെ ഓടും. അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പം കൂടുതൽ ഇഞ്ചുറീസ് വരാൻ സാധ്യതയില്ലേ? അപ്പോൾ നോർമലായിട്ട് ഒരാൾക്ക് ഇതെങ്ങനെ അവരെ സേഫായിട്ട് കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാവാതെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുണ്ട്? ഫസ്റ്റ് തിങ്, അവയർനെസ് കുറവുണ്ടെങ്കിൽ ഫസ്റ്റ് ടേക്ക് ഹെൽപ്പ്. കോൾ പറഞ്ഞ പോലെ ആംബുലൻസ് വിളിക്കുക, കോൾ ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ, വാട്ട് ലെറ്റ് ദം കം. Meanwhile, what they can do is immobilization. അതായത് ആ ഇഞ്ചേർഡ് പാർട്ടിനെ ഇമ്മൊബിലൈസ് ചെയ്യണം. How they can be immobilized, അത് we have to see what is available with us. നമുക്ക് തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു ലോഗ് ഓഫ് വുഡ് ഉണ്ടെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റെമ്പ് ഉണ്ട്, നമുക്ക് ക്രിക്കറ്റ് കളിക്കുമ്പം ഇഞ്ചുറി ഹാപ്പൻസ്. സോ സ്റ്റെമ്പ് ഉണ്ട്, സോ സ്റ്റെമ്പ് യൂസ് ചെയ്യുക. ആ ലിംബിനെ കംപ്ലീറ്റ് ഇമ്മൊബിലൈസ് ചെയ്യണം. ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, ദ ബ്ലഡ് ലോസ് അത് ആവുന്നത് അത് കുറയും. ദ മോർ ദ മൂവ്മെന്റ് ഹാപ്പൻസ്, അകത്ത് ഈ ബ്ലഡ് വെസൽസ് ഒക്കെ ഇനിയും ഡാമേജ് ആവും, മോർ ബ്ലഡ് ലോസ് ആവും. സോ ദാറ്റ് ഹാസ് ടു ബി പ്രിവെന്റഡ് ഫസ്റ്റ്. സോ അത് ഒന്ന്. പിന്നെ രണ്ടാമത്, നമ്മൾ ഇതൊന്നും ഇമ്മൊബിലൈസ് ചെയ്യാതെ ഇഫ് യു ട്രൈ ടു ക്യാരി ഹിം, വാട്ട് ക്യാൻ ഹാപ്പൻ, ഓൾറെഡി ഇഞ്ചേർഡ് ആയ ലിഗമെന്റ്സ് ക്യാൻ ഗെറ്റ് മോർ ഇഞ്ചേർഡ്. മേ ബി ഇറ്റ് വിൽ ബി എ സ്മോൾ സ്പ്രെയിൻ. പക്ഷേ ആ ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗിൽ ആ സ്മോൾ സ്പ്രെയിൻ ക്യാൻ ബിക്കം എ കംപ്ലീറ്റ് ടയർ. പ്ലേയേഴ്സിന് മാത്രമല്ല, ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ആയി മോട്ടോർ ബൈക്കിലൊക്കെ പോകുന്നവർക്കും അവിടെ ഇതെല്ലാം സെയിം ആപ്ലിക്കബിൾ ആണ് അല്ലേ? അബ്സൊല്യൂട്ട്ലി. ഇൻഫാക്ട് ഇപ്പോൾ ലിംബ് ഓൾസോ നമുക്ക് ഒരുവിധം ഇറ്റ് വിൽ അക്സെപ്റ്റ് കുറച്ച് ട്രോമ. പക്ഷേ സ്പൈനിലാണ് നമ്മുടെ നെർവ്സ് പോകുന്നത്. സോ അവിടെ
this kind of immobilization is extremely important because ചെറിയ മൂവ്മെന്റ് ആയ പോലും nerve can get damaged. nerve damage ആയാൽ പിന്നെ അത് റിക്കവറി ആവാൻ വളരെ ബുദ്ധിമുട്ടാവും. ഈ പൊട്ടിയിരിക്കുന്ന എല്ല് ബ്ലഡ് ലോസ് വരുന്നു പറഞ്ഞില്ലേ, ഇത് അതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ്? ബ്ലഡ് ക്ലോട്ട് ബ്ലഡ് വെസൽസിനകത്ത് കയറി കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗോ ടു ദ ഹാർട്ട്, ഇറ്റ് ക്യാൻ ഗോ ടു ദ ലങ്സ് ആൻഡ് കോസ് ബ്ലോക്കേജ്. എസ്പെഷ്യലി ലാർജ് ബോൺസ്. നമ്മൾ ചെറിയ ബോൺ ഫ്രാക്ചർ ആണെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് വെസലിനകത്ത് പോകാൻ ചാൻസ് വളരെ കുറവാണ്. ബട്ട് ഇഫ് ഇറ്റ്സ് എ ലാർജ് ബോൺ ലൈക്ക് എ തൈ ബോൺ ഓർ എ ലെഗ് ബോൺ, അപ്പം ഇതുപോലെ ആവാൻ സാധ്യത കൂടുതലാണ്. സോ ദിസ് ഓൾസോ ഇസ് പ്രിവെന്റഡ് ബൈ സ്പ്ലിറ്റിംഗ്. ഞാൻ ഇതുപോലൊരു കർണാടകയിലായിരുന്നപ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു കേസായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണു, കാലൊടിഞ്ഞിട്ട് അവിടുത്തെ ചെറിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വന്നു. അവർ സിറ്റിയിലുള്ള വേറൊരു ഹോസ്പിറ്റലിലോട്ട് വിട്ടു. പക്ഷേ അവിടുന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇതവിടെ എത്തിയപ്പോഴെന്തോ കുട്ടി മരിച്ചു. അതായത് ഫ്രാക്ചർ ആണ്, സിമ്പിൾ സംഭവമാണ്, കാലൊടിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ സമയത്ത് അതിനുള്ള ഒരു ആക്ഷൻ എടുക്കാതിരുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് പൊട്ടിയ എല്ലിനകത്തോട്ട് വീണ്ടും ബ്ലഡ് കയറിയിട്ട് അങ്ങനെയാണ് കുട്ടി മരിച്ചത് എന്ന് ഞാൻ അറിയാം. അപ്പം സോ അതാണ് അത് ഈ കാലിന് ഈ വെയിൻസ് കൂടെ ഇറ്റ് ക്യാൻ ഗോ ടു ദ ഹാർട്ട് ആൻഡ് അവിടെ നിന്ന് ഇറ്റ് ക്യാൻ ഗോ ടു ദ ലങ്സ്. അപ്പം ഒരു സൈഡ് ലങ്സ് ക്യാൻ ഗെറ്റ് കംപ്ലീറ്റ്ലി ബ്ലോക്ക്, ഈ ബ്ലഡ് ക്ലോട്ട് ലങ്സിനകത്ത് കയറിയ. ആൻഡ് ഇഫ് ഇറ്റ്സ് എ സൈസബിൾ ബ്ലോക്ക്, പിന്നെ ഇമ്മീഡിയറ്റ് നമുക്ക് ഓക്സിജൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്സിജൻ നമുക്ക് ഈവൻ ഫ്യൂ മിനിറ്റ്സ് വി കാൻ ലിവ് വിത്തൗട്ട് ഓക്സിജൻ. പക്ഷെ അങ്ങനെ ഒരു ബ്ലഡ് ക്ലോട്ട് പോയിട്ട് ലങ്സിന് ബ്ലോക്ക് ചെയ്ത് ഈവൻ ഫോർ ഫ്യൂ മിനിറ്റ്സ് ഇഫ് യു ആർ ഔട്ട് ഓഫ് ഓക്സിജൻ, പിന്നെ ഇറ്റ് ഇസ് വെരി ഫേറ്റൽ. പിന്നെ അത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു റെക്കഗ്നൈസ് ഓൾസോ. വി മേ തിങ്ക് ദാറ്റ് ദ ചൈൽഡ് ഇസ് പ്രോബ്ലി കുറച്ച് സെഡേറ്റ് ആയി പോയി, അങ്ങനെ വി മേ നെഗ്ലക്ട്. ബട്ട് ദെൻ ഇഫ് ദിസ് ഹാപ്പൻസ് പിന്നെ റിക്കവർ ചെയ്യാൻ പാടാം. ഇപ്പോൾ പറഞ്ഞു പല ലെവൽസ് ഓഫ് ഇഞ്ചുറീസ് ഉണ്ട്. ഇപ്പോൾ ചില സാധനങ്ങൾക്ക് സർജറി വേണ്ട ആവശ്യമില്ല, ചിലത് വളരെ ചെറുതായിട്ടൊരു ബാം തേച്ച് വിട്ടാൽ പോകുന്ന സാധനങ്ങളായിരിക്കും. അപ്പം ഇതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ, എത്ര പെർസെൻറ്റേജ് ഏതിനൊക്കെയാണ് സർജറീസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസ് കെയർ ആവശ്യമായത്, ഏതിനൊക്കെയാണ് ശരിക്കും ഹോസ്പിറ്റലിൽ പോകേണ്ടത്, ഏതിനൊക്കെ ജസ്റ്റ് നമുക്ക് ഇഗ്നോർ ചെയ്ത് വിടാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിലൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഒന്നുമില്ല. ഗുഡ് ന്യൂസ് ഇസ് 95% ഓഫ് ഇഞ്ചുറീസ് ഡു നോട്ട് റിക്വയർ സർജറി. അവർ നമ്മൾ ഫിസിയോതെറാപ്പി കുറച്ച് സപ്പോർട്ടൊക്കെ കൊടുത്ത് വി ക്യാൻ ഓൾവേസ് ട്രീറ്റ് ഇറ്റ്. യു മൈറ്റ് ഹാവ് ഹേർഡ് സച്ചിൻ ടെണ്ടുൽക്കറിന് ബാക്ക് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹി വാസ് ഓൾമോസ്റ്റ് ഓൺ ദ വേർജ് ഓഫ് ഗോയിങ് ഫോർ സർജറി. അവസാനം അനദർ ഡോക്ടർ ടോൾഡ് ദാറ്റ് വേണ്ട, വി വിൽ വെയിറ്റ്. ആൻഡ് ദെൻ ഫൈനലി ഹി നെവർ ഹാഡ് ടു ഡു സർജറി. പുള്ളി ഇൻഫാക്ട് ഐ തിങ്ക് UK പോയിട്ട് he took opinion and decided സർജറി ചെയ്യണം. ബട്ട് ലാസ്റ്റ് മിനിറ്റിൽ somehow it was avoided and then he will continue playing for many years. It depends on person to person. എല്ലാവർക്കും ബാക്ക് ഇഞ്ചുറി ഉള്ളവർക്ക് സർജറി ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ACL ലിഗമെന്റ് ഇഞ്ചുറി എന്ന് വെച്ചോ, ACL is a ligament which is very important for ഈ സൈഡ് ട്വിസ്റ്റിംഗ് മൂവ്മെന്റ്സ് ആക്ടിവിറ്റീസ്, അതായത് ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ, സോ അങ്ങനത്തെ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ സ്പോർട്സ് ആണെങ്കിൽ വി ഡു റെക്കമെൻഡ് സർജറി. പക്ഷേ ഇഫ് ദ സെയിം പേഴ്സൺ ഇസ് ഇൻ എ സ്പ്രിന്റിംഗ് സ്പോർട്ട് വേർ യു ജസ്റ്റ് ഹാവ് ലീനിയർ മൂവ്മെന്റ്, ഇങ്ങനെ തിരിയാനൊന്നും ആവശ്യമില്ല, സോ അവർക്ക് ഫിസിയോതെറാപ്പി മാത്രം ഇറ്റ് മേ ബി ഇനഫ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, വെരി ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ബട്ട് on the whole what we find is 95% of most sports injuries do not require surgery. ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് തൈലം ഓയിൽ ഒക്കെ ഇട്ടിട്ട് ഒരു മസാജ് ഒക്കെ ചെയ്ത് ഒന്ന് തടവിയ റെഡിയാവും, ഞാനൊന്ന് തടവി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കൂടുതൽ കേസിലും ഈ ഉള്ള കണ്ടീഷനെ കുറച്ചുകൂടെ വേഴ്സ് കണ്ടീഷനിലോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലായത്. അങ്ങനത്തെ എന്തെങ്കിലും കേസസ് വന്നിട്ടുണ്ട്? കുറെ പേഷ്യൻസ്, എസ്പെഷ്യലി ഈ കാലില് ഈ സിമ്പിൾ ആങ്കിൾ സ്പ്രെയിൻ ആയിരിക്കും, വേറെ ഒന്നുമല്ല, ചെറിയ നമ്മൾ പറയുന്ന ഗ്രേഡ് 1 സ്പ്രെയിൻ ഒക്കെയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ അത് പോയി കൊണ്ടുപോയിട്ട് ഈ എണ്ണയൊക്കെ വെച്ച് തടവി എന്തോ ഒരു പുട്ട് ബാൻഡേജ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് എണ്ണയൊക്കെ ഇട്ട് കീപ്. പിന്നെ 2 days കഴിഞ്ഞിട്ട് പോയിട്ട് അത് കട്ട് ഇറ്റ് ആൻഡ് അഗെയിൻ ഇതെല്ലാം പ്രോസസ് റിപ്പീറ്റ്. സിമ്പിൾ ഇഞ്ചുറി ജസ്റ്റ് കുറച്ച് റെസ്റ്റ് എടുത്താൽ ഇറ്റ് വുഡ് ഹാവ് ഹീൽഡ്. പക്ഷേ ഇതുപോലെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് കംപ്ലീറ്റ് മെസ്സായി, പിന്നെ സ്കിന്നിൽ ഈ ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് സ്കിൻ നെക്രോസിസ് ഒക്കെ ആയിട്ട് അത്രയും സിവിയർ ആയിട്ട് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. വൈ പീപ്പിൾ ഡു ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് വർക്ക്സ് ഇൻ സം പേഷ്യൻസ്. ഓക്കെ, സം പേഷ്യൻസിൽ ദേ ആർ ലക്കി, അവർക്ക് പ്രോബ്ലി ദേ ആർ അതർവൈസ് ഓക്കെ, അവർ സ്കിൻ കണ്ടീഷനൊക്കെ ഓക്കെ ആണ്, ദേ സർവൈവ് ദാറ്റ്. അപ്പോൾ അവർ പോയി പറയും ഓക്കെ ദിസ് ഇസ് വെരി ഗുഡ്, ഇത് മതി. അവിടെ ഹോസ്പിറ്റലിൽ പോയി അവർ പ്ലാസ്റ്റർ ഇടും, അവർ ഇത് ചെയ്യും അത് ചെയ്യും, കുറേ പൈസ ആവും. സോ വിത്ത് ദാറ്റ് കോൺസെപ്റ്റ് ദേ സ്റ്റിൽ കണ്ടിന്യൂ ഗോയിങ് ടു ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്. ഇറ്റ് വർക്ക്സ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ബട്ട് ദർ ആർ മെനി ഇൻസ്റ്റൻസസ് വേർ ദീസ് കൈൻഡ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഹാപ്പൺ. അപ്പം കോംപ്ലിക്കേഷൻ ആയിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് മച്ച് മോർ ഡിഫിക്കൽട്ട്. I can't say that don't go there because now it is very popular, very common in a lot of areas.
But if they come to our side, it is more specialized treatment. We have so many parameters, we observe so many things. അതൊക്കെ നോക്കിയിട്ടാണ് we decide what to do. If they are willing, they can go. But നമ്മുടെ സൈഡിൽ I definitely feel it is safer. അതിൽ ഇപ്പം ഇതുപോലുള്ള ഇഞ്ചുറീസ് വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഐസ് വെക്കുക, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളില്ലേ? ഇറ്റ്സ് ലൈക്ക് ഒരു മാജിക് ഡ്രഗ് ഇഫ് യു ആസ്ക് മീ. അത്രയാണ്. ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. ഇറ്റ് ഹാസ് എക്സലന്റ് ബെനിഫിറ്റ്സ്. ആൻഡ് ഐസ് എപ്പോൾ വെക്കും, നമ്മൾ എനി ഇഞ്ചുറിയിൽ ഈ ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടും, നമുക്ക് ആ ഏരിയ വാം ആവും. നമ്മൾ വാംത്ത് ഫീൽ ചെയ്യുമ്പോൾ അവിടെയാണ് ഐസ് വെക്കുന്നത്. സോ സയൻസ് ബിഹൈൻഡ് ഇസ് ദാറ്റ് നമ്മുടെ ഇഞ്ചുറിയിൽ ഈ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ആവും, അപ്പോഴാണ് ബ്ലഡ് ഫ്ലോ കൂടി വരുന്നത്. സോ ഐസ് വെക്കുമ്പോൾ ആ ബ്ലഡ് വെസൽ കൺസ്ട്രിക്റ്റ് ആവും. കൺസ്ട്രിക്റ്റ് ആകുമ്പോൾ ആ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വെല്ലിംഗ് കൂടെ കുറയും. ഇൻഫ്ലമേഷൻ ആണ് ഈ പെയിൻ ഉണ്ടാക്കുന്നു. ഈ ഇഞ്ചുറീസ് ഹീൽ ആവാതിരിക്കാൻ ഒരു തടസ്സമാണ്. ഓക്കെ, സോ ഐസ് പാക്ക് വെക്കുമ്പോൾ ഇൻഫ്ലമേഷൻ കുറയും, കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്യും. പിന്നെ ഐസ് പാക്സിൽ നോ സൈഡ് എഫക്ട്സ്. നമുക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ സൈഡ് എഫക്ട്സ് ഉണ്ട്. നമുക്ക് ഒരു ടാബ്ലറ്റ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കഴിച്ചാൽ അതിൻ്റെ കൂടെ വി ഹാവ് ടു ടേക്ക് ആൻറ്റാസിഡ്സ് ഓൾസോ. പക്ഷേ ഐസ് പാക്കിൽ അങ്ങനെ ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് എ വെരി എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി ഫോർ അക്യൂട്ട് ഇഞ്ചുറീസ്. ആസ് മച്ച് ആസ് പോസിബിൾ ഞാൻ എല്ലാ പേഷ്യൻസിനോട് പറയും, അക്യൂട്ട് ഇഞ്ചുറീസ് ഉള്ളവർക്ക് ഐസ് പാക്സ് യൂസ് ഇറ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. ഡെയിലി ഈവൻ 10 times യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യും. Till you feel little discomfort, ice packs will work. ചില വേദന, ഇപ്പം നടുവേദനയൊക്കെ വരുമ്പോൾ ചൂട് പിടിക്കാൻ പറയും, ഈ ഹോട്ട് വാട്ടർ ബാഗ് വെക്കാൻ പറയും, ചൂട് പിടിക്കാൻ പറയും. അപ്പോൾ ഏത് വേദനയ്ക്കാണ് ആക്ച്വലി ഐസ് പാക്ക് വെക്കേണ്ടത്, ഏത് വേദനയ്ക്കാണ് ചൂട് വെക്കേണ്ടത്? ഈ ചൂട് പിടിക്കുന്നതും വർക്കാവുക, ലൈക്ക് അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? മസിൽ പെയിൻസിനും നമ്മൾ ഐസ് പാക്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് ദർ ആർ സബ്സെറ്റ് ഓഫ് പേഷ്യൻസ്, അവർക്ക് തണുപ്പ് ഇഷ്ടമാകത്തില്ല. അവർക്ക് എപ്പോൾ തണുപ്പ് വന്നാലും ദേ വിൽ ഗെറ്റ് ജോയിന്റ് പെയിൻസ്. ഓക്കെ, അങ്ങനത്തെ പേഷ്യൻസിന് ഐ ടെൽ ദം, ഓക്കെ, ഇഫ് യു ആർ നോട്ട് ടോളറന്റ് ടു ഐസ്, യു ട്രൈ ഹോട്ട് പാക്സ്. So those patients, they come back saying that, sir. ഈ തണുപ്പ് വെക്കുമ്പോൾ ജോയിന്റ് പെയിൻ വരാനുള്ള റീസൺ എന്തായിരിക്കും? One of the common reasons is uric acid. Uric acid കൂടുമ്പോൾ ഈ തണുപ്പ് സമയത്താണ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് നമ്മുടെ ബ്ലഡിൽ ഹൈ ആണെങ്കിൽ ആ ക്രിസ്റ്റൽസ് ജോയിനകത്ത് ഡെപ്പോസിറ്റ് ആവും. സോ ജോയിനകത്ത് ക്രിസ്റ്റൽ ഡെപ്പോസിറ്റ് ആയ ഒരു ഇറിറ്റേഷൻ ആണ്. സോ യൂറിക് ആസിഡ് ഇഷ്യൂസ് ഉള്ളപ്പം തണുപ്പ് ഇസ് നോട്ട് റെക്കമെൻഡഡ്. പിന്നെ ഈ വാദം എന്ന് പറയൂലേ, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഈവൻ ഫോർ ദം ഈ രാവിലെ എണീക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി വെരി സ്റ്റിഫ്. അവർക്കൊക്കെ രാവിലെ കുറച്ച് വൺസ് എ ഗെറ്റ് അപ്പ്, പിന്നെ വൺസ് എ ഗെറ്റ് എക്സ്പോസ് ടു സൺലൈറ്റ് ഓർ വൺസ് എ സ്റ്റാർട്ട് വാക്കിംഗ് അബൌട്ട്, ആ ബോഡി കുറച്ച് വാം അപ്പ് ആയാൽ ദെയർ ജോയിന്റ്സ് ഓൾസോ ബിക്കം വാംഡ് അപ്പ്. സോ ഫോർ ദെം ഓൾസോ ഐസ് പാക്സ് ഇസ് നോട്ട് റെക്കമെൻഡഡ്. അവർക്ക് കുറച്ച് ഹോട്ട് പാക്സ് ആണ് മോർ റെക്കമെൻഡഡ്. ഓൾമോസ്റ്റ് ഈ ലോകത്തുള്ള എല്ലാവരുടെയും മെയിൻ ഒരു പ്രശ്നമാണ് ഈ നടുവേദന. In every 100 people, at least 80 people have been affected by back pain. It's almost universal ആണ്. And people who say എനിക്ക് back pain ഇല്ല, they must be lying. ഈ നടുവേദന ഏറ്റവും എളുപ്പത്തിൽ മാറാൻ പറ്റുന്ന എന്താണ് സൊല്യൂഷൻ? എൻ്റെ എക്സ്പീരിയൻസിൽ most patients who get back pain is because of lack of exercise. Back muscles weak ആണ്. ഇപ്പോൾ വരുന്ന പേഷ്യൻസ് എല്ലാം കുറേ പേര് ഇപ്പോൾ സിറ്റിംഗ് പ്രൊഫഷൻസിലാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. Our body is not meant for sitting. സിറ്റിംഗിൽ നമ്മുടെ കാർഡിയാക് ഫംഗ്ഷൻ ഡൗൺ ആവും, നമ്മുടെ ബവൽ ഫംഗ്ഷൻ ഡൗൺ ആവും. ആൻഡ് നൗ ഇറ്റ് ഹസ് ബീൻ പ്രൂവ്ഡ് ഓൾസോ, സയന്റിഫിക്കലി ഓൾസോ ഇറ്റ് ഹസ് ബീൻ പ്രൂവ്ഡ്. സിറ്റിംഗ് ഇസ് എ ന്യൂ സ്മോക്കിംഗ് പറയാൻ കാരണം ഇപ്പം നമ്മൾ സ്മോക്കിങ്ങിൻ്റെ കൂടെ വാട്ട് ഓൾ ഡു വി അസോസിയേറ്റ് ക്യാൻസർ, വി അസോസിയേറ്റ് ഹാർട്ട് ഡിസീസസ്, വി അസോസിയേറ്റ് സ്ട്രോക്ക്. അപ്പോൾ ഇതെല്ലാം നൗ സ്റ്റഡീസ് ആർ ഷോയിങ് ദാറ്റ് ഈവൻ സിറ്റിംഗ് ക്യാൻ കോസ് ദിസ്. ഇപ്പം ഓസ്ട്രേലിയൻ സ്റ്റഡിയാണ്, ദേ സേ ദാറ്റ് സിറ്റിംഗ് അവരുടെ പോപ്പുലേഷൻ ഈ സിറ്റിംഗ് കൂടുതൽ ചെയ്യുന്ന ഓഫീസ് ഗോയിങ് പോപ്പുലേഷനിൽ അവർ സർവേ ചെയ്ത് നോക്കുമ്പോൾ ആഫ്റ്റർ സ്മോക്കിംഗ് സിറ്റിംഗ് ഇസ് എ നെക്സ്റ്റ് ബിഗ് ഒരു പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. പീപ്പിൾ ഹു ആർ സിറ്റിംഗ് അവരും വാട്ട് ദേ ഗെറ്റ് അത് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ അവർക്ക് ആഫ്റ്റർ സ്മോക്കിംഗ് സിറ്റിംഗ് ഇസ് എ ഫാക്ടർ വിച്ച് ഹാസ് ഹയസ്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഫോർ ലങ് ക്യാൻസർ ആൻഡ് ഈവൻ കോളോൺ ക്യാൻസർ. സോ അത്രയും they are able to get that correlation. പിന്നെ സിറ്റിംഗ് ആകുമ്പോൾ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും, അതായത് ഒബിസിറ്റി. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഒബിസിറ്റി, ഹൈ ബ്ലഡ് പ്രഷർ, പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹൈ കൊളസ്ട്രോൾ ലെവൽസ്. ദാറ്റ്സ് വൈ IT people they always recommend them to check their blood levels every year. അവർക്ക് ബ്ലഡ് ചെക്കപ്പ് ഒക്കെ ഉണ്ട്. സോ ദിസ് ഇസ് ടു ഐഡന്റിഫൈ if they are having metabolic syndrome. Metabolic syndrome വന്നു കഴിഞ്ഞാൽ then their chance of getting cardiac disease, heart attacks, stroke, പിന്നെ ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ അതൊക്കെ വെരി ഹൈ ആണ്. സോ ദാറ്റ്സ് വൈ ഇപ്പോൾ സിറ്റിങ്ങും സ്മോക്കിങ്ങും ഇത്രയും കോമണാലിറ്റീസ് ഉള്ളത് കൊണ്ട് പീപ്പിൾ ആർ സേയിങ് സിറ്റിംഗ് ഇസ് എ ന്യൂ സ്മോക്കിംഗ്. സോ പീപ്പിൾ ഹു ആർ ഇൻവോൾവ് ഇൻ സിറ്റിംഗ് ആക്ടിവിറ്റീസ് ദേ ഹാവ് ടു ഡു ലോട്ട് ഓഫ് എക്സസൈസസ്, എസ്പെഷ്യലി ടാർഗറ്റിംഗ് ദ ബാക്ക്. ദേ വിൽ സേ ഞാൻ എക്സസൈസ് ചെയ്യുന്നു, സോ വീട്ടിൽ കുറേ ജോലി ഉണ്ട്, ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ദേ വിൽ സേ ഞാൻ വാക്കിംഗ് പോകുന്നുണ്ട്, ഞാൻ കുറേ വാക്ക് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ നോട്ട് ബാക്ക് സ്പെസിഫിക് എക്സസൈസസ്. ഇൻഫാക്ട് വീട്ടിൽ ജോലി ചെയ്യുന്നത് ഇസ് ഈവൻ മോർ സ്ട്രെസ്ഫുൾ ഫോർ ദ ബാക്ക്. നമ്മൾ വാക്ക് ചെയ്യുന്നു, ഇഫ് യു ഹാവ് ടു
ഒരു സ്ലോപ്പ് ക്ലൈംബ് ചെയ്യണം വാക്ക് ചെയ്യുമ്പോൾ. സോ ദാറ്റ് ഇസ് സ്ട്രെസ്ഫുൾ ഫോർ ബാക്ക്. അൺലെസ് നമ്മൾ ബാക്ക് സ്ട്രോങ് ആക്കിയില്ലെങ്കിൽ ഈ എക്സസൈസസ്, ഈ ആക്ടിവിറ്റീസ് ഇറ്റ്സ് മോർ സ്ട്രെസ്ഫുൾ ഫോർ ദ ബാക്ക്. സോ ആ ബാക്ക് സ്പെസിഫിക് സ്ട്രെങ്തനിങ് എക്സസൈസസ് ആണ് ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. അതിൽ വെയിറ്റ് ട്രെയിനിങ് ഇസ് വെരി ഗുഡ്, ബട്ട് യു ഷുഡ് ഹാവ് എ ഗുഡ് ട്രെയിനർ, ബിക്കോസ് നമ്മൾ അറിയാതെ ചെയ്താൽ വി ക്യാൻ അഗെയിൻ എൻഡ് അപ്പ് വിത്ത് ഇഞ്ചുറീസ്. യോഗ എക്സലൻറ്റ്. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഒരു ജെന്റിൽ ആക്ടിവിറ്റി ആണ്. ഇറ്റ് ഗോസ് സ്ലോലി. നമ്മൾ വി ആർ മോർ ഇൻ ടച്ച് വിത്ത് അവർ ബോഡി. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഇത് ചെയ്യുമ്പം ഇവിടെ ചെറിയ ഏക്കുണ്ട്, ദെൻ വി ക്യാൻ അഡ്ജസ്റ്റ് ആൻഡ് മോഡിഫൈ അവർ മൂവ്മെന്റ് ആൻഡ് കംപ്ലീറ്റ് ദാറ്റ് ആക്ടിവിറ്റി. ഓർ നമുക്കറിയാം ഓക്കെ ബിക്കോസ് ഇറ്റ്സ് വെരി ജെന്റിൽ ആക്ടിവിറ്റി, വി നോ ദാറ്റ് ഓക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബോഡിക്ക് സൂട്ട് ആവുന്നത്. മേ ബി ദേ ഷുഡ് ഡു സംതിങ് എൽസ് ബിഫോർ ഡൂയിങ് ആ പർട്ടിക്കുലർ ആസന. യോഗ ഇസ് എക്സലൻറ്റ് ഫോർ ദ ബാക്ക്. അതിൽ സ്പെസിഫിക് ആസനാസ് ഉണ്ട്. സൂര്യ നമസ്കാർ അതൊരു 10 times ചെയ്താൽ തന്നെ ബാക്കിന് അത്രയും നല്ലതാണ്. സ്ട്രെച്ച്, ഇത് സ്ട്രെച്ചിങ്, പിന്നെ സൂര്യ നമസ്കാർ സ്ട്രെങ്തനിങ് വരും. അതിൽ ഇൻഫാക്ട് സൂര്യ നമസ്കാറിൽ പർവ്വതാസനം ഒരു സ്റ്റെപ്പ് പറയും, നമ്മൾ മൗണ്ടൻ പോസ് എന്ന് പറയും. ഇറ്റ് ഈസ് എക്സലൻറ്റ് ഫോർ ദ എൻറ്റയർ ബോഡി. If you ask me one exercise which will prevent back pain, Parvatasana, which is a part of Surya Namaskar. So if you are passionate about Surya Namaskar, cheyanam. It will definitely benefit. Pinna the other thing I say is swimming. Swimming is also excellent. We are making use of water to prevent joint stresses. At the same time, it is an excellent cardiac activity also. ലങ് കപ്പാസിറ്റി കൂട്ടാനും കപ്പാസിറ്റി, നമ്മുടെ കാർഡിയോവാസ്കുലർ കപ്പാസിറ്റി കൂടും, നമ്മുടെ മസിൽ റെസിസ്റ്റൻസ് വരും. സോ നമ്മൾ സ്വിമ്മിങ് ആക്ടിവിറ്റിയിൽ എല്ലാ ജോയിൻറ്റ്സും ഫ്രം ദ ഹെഡ് ടു ടോ ആ മസിൽ റെസിസ്റ്റൻസ് വരും. അതുപോലെ ഒരു എക്സസൈസ് there is nothing else compared to swimming. So these are the 3 things I tell them. So if you have back pain, try to do this. See the difference. ആ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ then you will know that okay, this is what it is. ആ ഡിഫറൻസ് മനസ്സിലാക്കാനാണ് people take some time. They think that okay നമ്മൾ ഫിസിയോതെറാപ്പിയിൽ കുറച്ച് ചെയ്യുമ്പോൾ ഓക്കെ വേദന കുറയുന്നു, then fine. പിന്നെ they go back to their routines. ആ റൊട്ടീൻ പോകുമ്പോൾ again they end up with back pain. ആ കണക്ഷൻ they should understand. If they understand that, then everybody will do it അല്ലാതെ properly. ഇപ്പം യോഗ ചെയ്യുവാണെങ്കിലും അതിന്റെ പ്രാക്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യണം, അതിനെപ്പറ്റി മനസ്സിലാക്കണം. സ്വിമ്മിങ് ആണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി, ഒരു സ്പോർട്സ് അല്ല. ലോട്ട് ഓഫ് എൽഡർലി ലേഡീസ് അവർ ചോദിക്കും, സാർ ഞാൻ സ്വിമ്മിങ് എങ്ങനെ പഠിക്കും? ഈ കാലത്ത് ഞാൻ ഇപ്പൊ ഇത്ര 50 വയസ്സ് 55 വയസ്സ്, ഹൗ വിൽ ഐ ഡു സ്വിമ്മിങ്? ഞാൻ പറയും ഓക്കെ സ്വിമ്മിങ് പഠിക്കണ്ട, പൂളിനകത്ത് കയറി ജസ്റ്റ് നടക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ, അത്രയും മതി. ഈവൻ ദാറ്റ് മച്ച് ഓഫ് ആ റെസിസ്റ്റൻസ് ആക്ടിവിറ്റി ജോയിൻറ്റ്സിന്റെ സ്ട്രെയിൻലെസ് വി ആർ ദ പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഗോയിങ് ആൻഡ് ഇപ്പോൾ ഹൈഡ്രോതെറാപ്പി എന്നൊക്കെ പറയും. ഹൈഡ്രോതെറാപ്പി എന്താണ്? നമ്മൾ വാട്ടറിനകത്ത് പോയിട്ട് ഈ പുറത്ത് ചെയ്യുന്ന കൈ മൂവ്മെന്റ്സ് ഒക്കെ വാട്ടറിനകത്ത് ചെയ്യും. ദാറ്റ്സ് ഓൾ. സോ ഹൈഡ്രോതെറാപ്പി അത് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് വെരി കോമൺ ഹിയർ. നമ്മുടെ ഇന്ത്യയിൽ അത്രയും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇഫ് യു ഗോ അബ്രോഡ് ഒക്കെ ഇറ്റ് ഇസ് വെരി കോമൺ. ഹൈഡ്രോതെറാപ്പി പൂൾ ഉണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ ഫിസിയോതെറാപ്പി ഉള്ളതുപോലെ ഹൈഡ്രോതെറാപ്പിസ്റ്റ് പോലെ വെച്ചിട്ടുണ്ട്. ഇൻഫാക്ട് ദാറ്റ് ഇസ് സ്പോർട്സ് ട്രെയിനിങ്ങിലൊക്കെ അതും ഹൈഡ്രോ ട്രെഡ്മിൽ എന്തോ ഉണ്ട്. ആൻഡ് ഫോർ റെഗുലർ പീപ്പിൾ ഹു അണ്ടർഗോ നീ റീപ്ലേസ്മെന്റ് സർജറി, ഞാൻ പറയുന്ന കുറച്ച് എൽഡർലി ഏജ് ഗ്രൂപ്പ്, അവരൊക്കെ ഈ ഹൈഡ്രോതെറാപ്പി ദേ ഗെറ്റ് ഇൻ ടു ദ പൂൾ ആൻഡ് അവിടെ ഒരു ഡെഡിക്കേറ്റഡ് ഹൈഡ്രോതെറാപ്പിസ്റ്റ് ഉണ്ടാവും. ദേ വിൽ മേക്ക് ദം ഗോ ത്രൂ ലോട്ട് ഓഫ് എക്സസൈസസ്. ആൻഡ് ഇപ്പോൾ പുറത്ത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന പോലെ സെയിം തിങ് ഇൻസൈഡ് ദ വാട്ടർ. ഇറ്റ് ഇസ് മോർ എൻജോയബിൾ, more beneficial. Our joints അത്ര സ്ട്രെയിൻ ഇല്ല, and we get even better benefits than doing outside water. ഈ പറഞ്ഞ എക്സസൈസ് ഒക്കെ ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുപോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 എക്സസൈസ് വീട്ടിൽ തന്നെ ഒരു 10-15 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന എക്സസൈസ് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. സോ ഫസ്റ്റില് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡൈനാമിക് വാം-അപ്സ് ആണ് ചെയ്യുന്നത്. ഒരു 2 to 3 minutes ആദ്യം ചെയ്യണം. നത്തിങ്, നമ്മൾ മൂവ്മെന്റ് ചെയ്തിട്ട് വി ഹാവ് ടു സ്ട്രെച്ച് അവർ ജോയിൻസ്. സോ നമ്മൾ ഷോൾഡർ ആണെങ്കിൽ ഷോൾഡർ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ കാലാണെങ്കിൽ നമ്മൾ കാൽ സ്വിങ് ചെയ്യാം. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഡൈനാമിക്കലി മസിൽസ് ഒന്ന് സ്ട്രെച്ച് ആവും, ജോയിൻസ് ലിഗമെന്റ് സ്ട്രെച്ച് ആവും. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. പറ്റുന്ന രീതിയിൽ സീ ഇഫ് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ നെക്ക് ആൻഡ് ഗോ അപ് ടു ദ ആങ്കിൾ. സോ ഇഫ് യു ആർ ഫെമിലിയർ യു ക്യാൻ ഡു ഇറ്റ്. ഇല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ കുറച്ച് ഗൈഡൻസ് എടുക്കും. സെക്കൻഡ്ലി യു ഗോ ഫോർ ചെറിയൊരു കാർഡിയാക് ആക്ടിവിറ്റി ടു വാം അപ്പ് ദ എൻറ്റയർ ബോഡി. പ്രോബബ്ലി ഒരു സിറ്റപ്സ് ഒരു 10 to 20 times ചെയ്യാം. ഇല്ലെങ്കിൽ ബർപ്പീസ് ചെയ്യാം. അതൊരു 10 times ചെയ്യുമ്പോൾ 10 times ഇസ് എ ബിഗ് നമ്പർ. അപ്പോൾ അതിൽ തന്നെ നല്ല വാമപ്പ് ആവും. കാർഡിയാക്ക് ഇപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറച്ച് ഇൻക്രീസ് ആവും. സോ ദിസ് ഇസ് ദ ഐഡിയ ബിഹൈൻഡ് ദിസ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് എക്സസൈസ്, ടു ഇൻക്രീസ് ദ ഹാർട്ട് റേറ്റ് ആൻഡ് വാം ദ ബോഡി. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ നോ വൺസ് യു ഫീൽ ലിറ്റിൽ വാംഡ് അപ്പ് ആൻഡ് ലൈറ്റ്. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എണീക്കുമ്പോൾ വി ഓൾവേസ് ഫീൽ എല്ലാ ജോയിൻറ്റ്സ് സ്റ്റിഫ് ആയിരിക്കും. സോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വാമപ്പ്. ഇത് കഴിഞ്ഞിട്ട് യു ഗോ ടു ദ പ്രോപ്പർ എക്സസൈസ്. സോ അതിൽ ഫ്ലോർ എക്സസൈസസ് ആർ വെരി ഗുഡ്. പുഷപ്സ് or planks or sit-ups, ഇതെല്ലാം. സോ യു ഹാവ് ടു തിങ്ക് വാട്ട് ബോഡി പാർട്ട് ടു ടാർഗറ്റ് ആൻഡ് അത് ടാർഗറ്റ് ചെയ്ത് ഈ ഫ്ലോർ എക്സസൈസ് ചെയ്യുക.
You can do specific body parts on one day. അതായത് you can keep Monday for chest, Tuesday for back, പിന്നെ Wednesday for legs, അതുപോലെ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ഗോ ഫോർ വാം ഡൗൺ. അപ്പം ഈ സെയിം കാർഡിയാക് ആക്ടിവിറ്റി യു ഡു ഇൻ എ സ്ലോവർ പേസ്, മച്ച് സ്ലോവർ പേസ്. ജസ്റ്റ് വീട്ടിനകത്താണെങ്കിൽ ജസ്റ്റ് വാക്ക് അറൗണ്ട്, വീട്ടിനകത്ത് ജസ്റ്റ് ഗോ ഒരു 5 minutes ജസ്റ്റ് വാക്ക് ഹിയർ ആൻഡ് ദർ. അപ്പോൾ അത് സ്ലോലി ഇറ്റ് വിൽ ഗ്രാജുവലി ബ്രിങ് ഡൗൺ ദ ഹാർട്ട് റേറ്റ്. അത് കഴിഞ്ഞിട്ട് യു ഗോ ഫോർ പാസീവ് സ്ട്രെച്ചസ് എന്ന് പറയും. പാസീവ് സ്ട്രെച്ചസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഹോൾഡ് ആ ജോയിന്റ് നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് യു ഹാവ് ടു ഹോൾഡ് ഇറ്റ് ഇൻ ദാറ്റ് പൊസിഷൻ. സോ ദാറ്റ് വിൽ ഫിനിഷ് ദ എൻറ്റയർ കോഴ്സ് ഓഫ് എക്സസൈസ്. ദിസ് ഹോൾ തിങ് നമ്മൾ സീക്വൻസ് ആയിട്ട് പോയാൽ ഇറ്റ് വിൽ ടേക്ക് പ്രോബ്ലി ഒരു 15 to 20 minutes. ഒരു യങ് പേഴ്സൺ അപ് ടു 50s 60s ഒക്കെ ദേ ക്യാൻ വെരി വെൽ ഡു ദിസ്. കുറച്ചുകൂടെ പ്രായമാകുമ്പം ഐ വുഡ് സേ ഓക്കെ ഇത്രയും ഇതായിട്ട് പോകണ്ട, സിമ്പിൾ എക്സസൈസ്. ഞാൻ ഒന്ന് പറഞ്ഞ് ഈ സൂപ്പർമാൻ എന്ന് പറയും, ഇറ്റ് ഈസ് എ വെരി എഫക്റ്റീവ് എക്സസൈസ്, വെരി ഈസിലി ഡോബിൾ. എന്ത് ഏജ് ആയാലും, ഈവൻ ഇഫ് യു ആർ 80, ഈവൻ ഇഫ് യു ആർ 90, യു ക്യാൻ ഡു ഇറ്റ്. ബെഡിലൊക്കെ കടന്നിട്ട് വി ഹാവ് ടു ലിഫ്റ്റ് ബോത്ത് അവർ ഹാൻഡ്സ് യു ഷേപ്പ്, ബോഡീനെ ഒരു യു ഷേപ്പ് ആക്കണം. സോ ബട്ടക്സ് തൊട്ട് കാൽപാദം വരെ വി ഹാവ് ടു ലിഫ്റ്റ് വാട്ട് എവർ പോസിബിൾ. ആ കറക്റ്റ് യു ഷേപ്പ് ആവണമെന്നില്ല. ഇഫ് യു ആർ എ ബിഗിനർ ചെറിയ ലിഫ്റ്റ് ആയാലും മതി, ബട്ട് ദാറ്റ് വിൽ ആക്ടിവേറ്റ് ഓൾ ദ മസിൽസ്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് എക്സസൈസ്. അതേപോലെ ഇത് കടന്നിട്ട് പിന്നെ നേരെ കടന്നു. ദിസ് ഇസ് ഫോർ ലൈക്ക് ഐ സെഡ് എൽഡർലി പീപ്പിൾ above 70s, above 80s. നേരെ കിടന്നിട്ട് ലിഫ്റ്റ് ബോത്ത് യുവർ ലെഗ്സ്. ഇഫ് രണ്ടും ഒരുമിച്ച് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൺ അറ്റ് എ ടൈം ലെഗ് റൈസ്. ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ഒരു ഡിറ്റർമിനേഷൻ. ഓക്കെ നമുക്കിത് ചെയ്യണം, വി വാണ്ട് ടു ഡു ദിസ് എന്ന് പറഞ്ഞാൽ ദർ ആർ മെനി വേസ് ടു ഡു ദിസ്. ചെറിയ ഗൈഡൻസ് യു മേ റിക്വയർ ഇൻ ദ ബിഗിനിങ്. സോ ദാറ്റ് ഇസ് വെയർ ദി ട്രെയിനേഴ്സ് ഒക്കെ ആർ ദർ ആൻഡ് യു ക്യാൻ കം ടു ഡോക്ടേഴ്സ് ലൈക്ക് us ഓൾസോ. സോ വി ക്യാൻ ഗൈഡ് യു. അത് ചെയ്ത് കഴിഞ്ഞാൽ you will see the long term benefits. Long term you will not have to go to the hospital at all. ഇപ്പം ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒത്തിരി പേര്. ഈ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടുള്ളതാണോ? ആക്ച്വലി ഡെഡ് ലിഫ്റ്റ് കൊണ്ട് നമുക്ക് ബോഡിക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട്? Deadlift is an excellent exercise, no doubt. Okay, entire lower body, നമ്മുടെ ഷോൾഡർ മുതൽ കോറ്, തൈസ്, ലെഗ്സ് എല്ലാം ആക്ടിവേറ്റ് ആവും. ഇഫ് യു ഡു ഇറ്റ് അത് കറക്റ്റ് ഫോമിൽ ചെയ്താൽ ഇറ്റ് ഈസ് എക്സലൻറ്റ് ഫോർ ദ ബോഡി. പ്രശ്നമാവുന്നത് സംടൈംസ് നമ്മൾ കുറച്ച് ഗ്രേഡി ആകുമ്പം, ഇഫ് യു വാണ്ട് ടു, നമ്മൾ ഈ PR എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ പുറകെ പോയിട്ട് ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അവർ ബോഡി ആൻഡ് ഇഫ് യു അറ്റംപ്റ്റ് ടു മച്ച്, അപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. റീസെൻ്റ്ലി ഈവൻ 1 month ബാക്ക് ഐ ഹാഡ് ഒരു പവർ ലിഫ്റ്റർ, കുറേ ഹെവി വെയ്റ്റ്സ് ചെയ്യുന്ന ഒരു പയ്യനാണ്, ഓൾമോസ്റ്റ് ജസ്റ്റ് 20 years ഓൾഡേ ഉള്ളൂ. ഇഫ് യു ലുക്ക് അറ്റ് ഹിം, ഈസ് വെരി ഫിറ്റ് ആൻഡ് ഹീസ് ബീൻ ഡൂയിങ് ഫോർ എ ലോങ് ടൈം. സോ അൺഫോർച്ചുനേറ്റ്ലി പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ ഒരു പിടുത്തം ഈ തോന്നി. അപ്പം ഹി ഹാഡ് ടു ഇമ്മീഡിയറ്റ്ലി ഡ്രോപ്പ് ദ വെയ്റ്റ്സ്. പിന്നെ ബാക്ക് പെയിൻ, ഓൾമോസ്റ്റ് 1 month ഹി വാസ് സഫറിങ്. ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും, എല്ലാം റെസ്റ്റ് എടുത്ത് നോക്കി ഒന്നും കുറഞ്ഞില്ല. ആഫ്റ്റർ സം ടൈം ഹി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് വീക്ക്നെസ് ഇൻ ദ ലെഗ്സ്. സോ അതാണ് ഒരു റെഡ് ഫ്ലാഗ്. അപ്പം കെയിം ടു മീ, നമ്മൾ MRI എടുത്ത് നോക്കി, ഹ്യൂജ് ഡിസ്ക് പ്രൊലാപ്സ്. ഡിസ്ക് ഇൻഫാക്ട് ഒരു L4 L5 ലെവൽ, നമുക്ക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 bones അല്ലേ, ആ ലെവലിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് ഇറ്റ് ഹാസ് ഗോൺ 1 level ഡൗൺ. അത്രയും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് കോസിങ് എ ലോട്ട് ഓഫ് വീക്ക്നെസ് കാലിൽ. ആ കാലിലോട്ട് പോകുന്ന നെർവിന് അത് ഇംപിഞ്ച് ചെയ്തിട്ട് ഹി വാസ് ഹാവിങ് ലോട്ട് ഓഫ് വീക്ക്നെസ്. സോ ഇതുപോലെ ആകുമ്പോൾ ഇറ്റ് ബിക്കംസ് എൻ എമർജൻസി ആയിട്ട് വി ഹാഡ് ടു ടേക്ക് ഹിം ഔട്ട് ഫോർ സർജറി ആൻഡ് ഡു എ ഡിസ്കെക്ടമി. സോ യെസ്, എനി ആക്ടിവിറ്റി അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്, ബട്ട് അതിൻ്റെ ചെറിയ കോംപ്ലിക്കേഷൻസും വരാം. അത് നമ്മൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആ ആക്ടിവിറ്റിയുടെ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ആൻഡ് വേർ ഇറ്റ് കൻ ഗോ റോങ്. അത് ഇറ്റ് കൻ കം ഓൺലി വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി വിത്ത് അവർ എമോഷൻ ഓൾസോ. നമ്മൾ ഇഫ് യു ആർ വെരി കമ്പോസ് ദെൻ വി വിൽ നോ ഓക്കെ ദിസ് ഇസ് ദ ലിമിറ്റ്, വി ഷുഡ് നോട്ട് ഗോ ബിയോണ്ട് ദറ്റ്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ഡെഡ്ലിഫ്റ്റ് ഇസ് എക്സലൻറ്റ്. ഐ വുഡ് റെക്കമെൻഡ് ഡെഡ്ലിഫ്റ്റ് ഫോർ എവറിബഡി, എസ്പെഷ്യലി ലേഡീസ്, ബിക്കോസ് അവർക്കാണ് ഈ ബോൺസ് ഒക്കെ വീക്ക് ആവും ആസ് എ ഗ്രോ ഓൾഡർ. So deadlift is one of the best exercises to increase the bone strength. 60s they may be okay, but 70s 80s ആകുമ്പോൾ it is very easy to fall. Our age I see so many patients with hip fractures, leg fractures. നമുക്ക് we will think how can they fall? Now at this age we can't imagine നമ്മൾ നടക്കുമ്പോൾ we fall. But at that age it is so common. So we have to be aware that these things can happen to anybody. It can happen to us also. For any, because I see so many things, I am aware. I know I have to prevent this from. I have to prevent this from happening to me. I should my near and dear ones ki idonnu sambhavikkan paadilla. So I will advise them.
But the awareness, if everybody knows, if everybody comes to know that this can happen to them also, then they will take it more seriously. And so it is important that we spread this awareness. മെയിൻ റീസൺസ് എന്തൊക്കെയായിരിക്കും ഇതുപോലെ ബാലൻസ് പോകാനും വീഴാനും ഒക്കെ ഉണ്ടാവുന്നത്? ഈ പ്രായമാകുമ്പം അവർക്ക് കോർഡിനേഷൻ പൊതുവെ അത് കുറഞ്ഞു വരും ആസ് വി ഏജ്. ഈ 70s 80s എസ്പെഷ്യലി ലേഡീസ്, അവർക്ക് ദേ വുഡ് നോട്ട് ഹവ് എക്സസൈസ്ഡ് എവർ ഇൻ ദെയർ ലൈഫ്. അപ്പം അവർക്ക് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മൾ കാല് ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാൻ പറയും, അവർ കുറച്ച് സൈഡിലോട്ടാണ് എടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പം അതുപോലും ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന്. ഇവർക്ക് ഈ ഫാൾസ് ഒക്കെ വളരെ ഒരു കോമൺ ആണ്. യൂഷ്വലി ഹിപ്പ് ഫ്രാക്ചേഴ്സ് ആണ് കൂടുതൽ വരുന്നത്. അവർ ഡയറക്റ്റ് സൈഡിലോട്ട് വീഴുമ്പം ആ കറക്റ്റ് ഹിപ്പിൻ്റെ പുറത്താണ് വീഴുന്നത്. പിന്നെ എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് ബോൺസ് ഒക്കെ കുറച്ച് വീക്ക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പുറത്ത് ഫ്രാക്ചർ ആവാൻ വളരെ എളുപ്പമാണ്. ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഉടനെ അവർക്ക് പെട്ടെന്ന് എണീക്കാനൊക്കെ പാടായിരിക്കും. സംബഡി ഹാസ് ടു കം ആൻഡ് ലിഫ്റ്റ് ദം അപ്പ്. ആൻഡ് ആ ഏജിൽ അവർക്ക് നല്ല വെയിറ്റ് ആണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഗോ ത്രൂ ട്രെമെൻഡസ് പെയിൻ. ആ സ്റ്റേജിലാണ് ഹോസ്പിറ്റൽ വന്നത്. നമ്മൾ എമർജൻസി ആയിട്ട് സർജറി ഒക്കെ ചെയ്യേണ്ടി വരും. ആ സ്റ്റേജ് എത്തിയായിട്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ട്രൈ ആൻഡ് പ്രിവെന്റ് ഇറ്റ്. ഇഫ് പീപ്പിൾ ആർ അവെയർ ദാറ്റ് ദിസ് ക്യാൻ ഹാപ്പൻ ടു ദം, അവർ ഉറപ്പായിട്ട് അവർ എക്സസൈസ് ചെയ്യും. ഐ തിങ്ക് ദാറ്റ് ഇസ് വൈ നോ സോ മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻ ടു ഫിറ്റ്നസ്. ഇപ്പോൾ എല്ലാ സ്ട്രീറ്റിലും എല്ലാം വിതിൻ ഒരു എവറി 100-200 meters ഇപ്പോൾ ജിമ്മൊക്കെയാണ് വരുന്നത്. ആൻഡ് ദേ ആർ ഓൾ ലോട്ട് ഓഫ് പീപ്പിൾ ആർ യൂട്ടിലൈസിങ് ദീസ് സർവീസസ് ഓൾസോ. പീപ്പിൾ ആർ ഗെറ്റിംഗ് അവെയർ, പക്ഷേ ദർ ഇസ് സ്റ്റിൽ എ ലോങ് വേ ടു ഗോ. എക്സസൈസിന്റെ കാര്യം പറയുമ്പോൾ ജിമ്മിൽ പലരും പോകുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഈ കാർഡിയോ എക്സസൈസസ് ആണോ വെയിറ്റ് ട്രെയിനിങ് ആണോ കൂടുതൽ നമുക്ക് ഒരു ലോങ് ടേമിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുക? എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇസ് വെയിറ്റ് ട്രെയിനിങ്. ഓക്കെ, cardiac exercises, people who are passionate, yes, please go ahead, do it. Running, cycling, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു ലോങ് ടേം ബെനിഫിറ്റ്സ് വെയിറ്റ് ട്രെയിനിങ് തരത്തുള്ളൂ. ഇത് നമുക്ക് അറിയാം, കാർഡിയാക് എക്സസൈസ് ചെയ്യുമ്പോൾ ഇപ്പം ഫസ്റ്റ് വീക്ക് നമ്മൾ ഒരു 1 kilometer ഓടുമ്പോൾ തന്നെ വി ഗെറ്റ് ടയർഡ്. പക്ഷെ ഒരു 5 weeks ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 kilometer ഓടിയാൽ പോലും വി വിൽ നോട്ട് ഗെറ്റ് ടയർഡ്. ഓക്കെ, ആ കാർഡിയാക് ലങ്സ് ആൻഡ് ഹാർട്ടിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ആ മോഡുലാരിറ്റി ഇസ് വെരി ഹൈ. ബോഡി അഡ്ജസ്റ്റ് ആയിപ്പോകും. ഓക്കെ, പക്ഷെ വെയിറ്റ് ട്രെയിനിങ് അങ്ങനല്ല. നമ്മൾ പ്രോഗ്രസീവ്ലി ഓവർലോഡ് ചെയ്യാം വെയിറ്റ് ട്രെയിനിങ്. അതാണ് പ്രിൻസിപ്പൾ. നമ്മൾ എല്ലാ തവണയും ചെയ്യുമ്പോൾ കുറച്ചൊരു എക്സ്ട്രാ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അവർ ബോഡി വിൽ റെസ്പോണ്ട് ടു ദാറ്റ്. ഓക്കെ, ബോഡിയിലെ മസിൽ മാസ് അത് അനുസരിച്ച് നമുക്ക് കൊടുക്കും. അഫ്കോഴ്സ് ഡയറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓവർലോഡ് മാത്രം കൊടുത്താൽ പോരാ, അതനുസരിച്ച് ഡയറ്റും എടുക്കണം. അത് എടുത്താൽ മസിൽ മാസും ഇൻക്രീസ് ആവും, ബോൺസും സ്ട്രോങ് ആവും. ലോങ് ടേം അതാണ് ബെനിഫിഷ്യൽ, എസ്പെഷ്യലി ഫോർ ലേഡീസ്. ഞാൻ ലേഡീസിന് കാര്യം പറയുന്നത് ബിക്കോസ് അവർക്കാണ് ഹോർമോൺസ് റിസീഡ് ആവുന്നത്. ഓക്കെ, ആ 50 years ഒക്കെ ആകുമ്പോൾ നമുക്ക് ജെൻസിന് ഒരു ഇഷ്യൂ ഇല്ല. വി ആർ ഓൾവേസ് ആ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ് എപ്പോഴും മെയിൻറ്റെയിൻ ആവും. പക്ഷേ ലേഡീസിന് അങ്ങനെയല്ല. ഒരു 50 years കഴിഞ്ഞാൽ ദെയർ ഹോർമോൺ സ്റ്റാർട്ട് റിസീഡിങ്. അവർക്ക് ആ റിസീഡ് ആകുമ്പം ആ ബോൺ ഓട്ടോമാറ്റിക്കലി ആ ബോണിൻ്റെ റിസോപ്ഷൻ തുടങ്ങും. ഓക്കെ, ഹോർമോൺസ് ഉള്ളത് വരെ ബോൺ റിസോപ്പ് ആയാലും ഇറ്റ് വിൽ ഗെറ്റ് റീപ്ലേസ്ഡ്. പക്ഷേ ഹോർമോൺസ് റിസീഡ് ആകുമ്പോൾ ബോൺസ് റിസോപ്പ് ആയാൽ there is nothing to replace. ഈ 50 എത്തുന്ന മുന്നേ we have to ladies have to make sure that അവർക്ക് ആ bone reserve has to be correct, optimal. Okay, it's always compared to a tank. നമ്മൾ ടാങ്കിൽ സ്റ്റോർ ചെയ്യുന്ന പോലെയാണ്. ഒരു ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന പോലെ ലേഡീസ് ആ കാൽഷ്യം ലെവൽസ് നല്ല ഹൈ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ബിക്കോസ് ആഫ്റ്റർ 50 ആ ടാപ്പ് തുറന്നു പോകും. നത്തിങ് ക്യാൻ ബി ഡൺ. ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫിസിയോളജി. ആ ടാപ്പ് തുറക്കുമ്പോൾ അവർ 80s എത്തുമ്പോൾ ആ ടാങ്കിൽ സ്റ്റിൽ ദർ ഷുഡ് ബി റിസർവ് ഓഫ് കാൽഷ്യം. ആ റിസർവ് ഇല്ലെങ്കിൽ ദെൻ they face trouble. ടാങ്ക് നേരത്തെ ഫിൽ ചെയ്ത് വെക്കുക, റിസർവോയർ ഫുൾ ആയിട്ട് വെക്കുക. ലോങ് ടേം ആയിട്ട് ദാറ്റ് വിൽ ഹെൽപ്പ്. ആൻഡ് വെയിറ്റ് ട്രെയിനിങ് ഇസ് വൺ വിച്ച് വിൽ കീപ് ഇറ്റ് റിസർവോയർ ഫുൾ ആക്കുന്നത് വെയിറ്റ് ട്രെയിനിങ് ആണ്. ഈ ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടാനായിട്ടുള്ള സപ്ലിമെന്റ്സിലോ അതിലൊന്നും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല? കാൽഷ്യം സപ്ലിമെന്റ്സ് എടുക്കാം, പക്ഷേ ഈ ഓസ്റ്റോപോറോസിസ് സെറ്റിന് ചെയ്താലേ പിന്നെ കാൽഷ്യം സപ്ലിമെന്റ്സ് മാത്രം പോരാ. വി ഹാവ് ടു അതിന് സെപ്പറേറ്റ് മെഡിസിൻസ് ഉണ്ട്. ടാബ്ലറ്റ്സ്, ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് സ്കാൻ ചെയ്തിട്ടാണ്. ഡെക്സാ സ്കാൻ എന്ന് പറയും. ഡെക്സാ സ്കാനിൽ ബോണിന്റെ സ്ട്രെങ്ത് നമുക്ക് അറിയാൻ പറ്റും. വൺസ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് ബിലോ നോർമൽ ദെൻ ആ കാൽഷ്യത്തിന്റെ കൂടെ വി ഷുഡ് ടേക്ക് ദീസ് ടാബ്ലറ്റ്സ് ഓൾസോ. വെറും കാൽഷ്യം ഇറ്റ്സ് നല്ലതാണ്, പക്ഷെ ആ ബോൺ സ്ട്രെങ്തിനെ ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഇൻക്രീസ്. ഇറ്റ് വിൽ ട്രൈ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഏറ്റവും ബെസ്റ്റ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രായം ഏതാണ് ഈ പറയുന്ന കാൽസ്യം നമുക്ക് അതിന്റെ അളവ് കൂട്ടാനായിട്ട്? ഫ്രം അഡോളസൻസ് ആ സ്റ്റേജ് തൊട്ടേ യു ട്രൈ ടു ഇൻക്രീസ് ദ റിസർവോയർ. അപ്പം വിത്ത് ഗുഡ് ഡയറ്റ് മേക്ക് ഷുവർ ആ വൈറ്റമിൻ ഡി എപ്പോഴും നമ്മുടെ ബോഡിയിൽ അഡിക്വേറ്റ് ആയിരിക്കണം. എന്ത് ഡയറ്റ് ആയിരിക്കണം ഈ ഒരു യങ്ങർ ഏജിൽ? മിൽക്ക് ബേസ്ഡ് പ്രോഡക്ട്സ്, പിന്നെ മീറ്റ്, ഇതൊക്കെയാണ് കാൽഷ്യം റിച്ച് ഫുഡ്.
പിന്നെ വൈറ്റമിൻ ഡി ഓൾസോ. കാൽഷ്യം എന്തായാലും നമ്മുടെ ഡയറ്റിൽ കിട്ടും. ദ അതർ തിങ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ഡി. ബിക്കോസ് വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ കാൽഷ്യം അബ്സോർബ് ആവത്തില്ല. നമ്മൾ എത്ര കാൽഷ്യം കഴിച്ചാലും വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ അത് ബോൺസിനകത്ത് എത്തത്തില്ല. അതായത് നമ്മൾ ബ്ലഡ് ലെവൽസ് നോക്കിയാൽ കാൽഷ്യം വിൽ ഓൾവേസ് ബി നോർമൽ. പക്ഷെ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഇറ്റ് മീൻസ് ദറ്റ് ഇറ്റ് ഇസ് നോട്ട് റീച്ചിങ് ദ ബോൺ. സോ വൈറ്റമിൻ ഡി ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇപ്പോൾ ഇൻഫാക്ട് ബിഫോർ കോവിഡ് ഒക്കെ ഒരു 10 പേർക്ക് ഇഫ് ഐ ടേക്ക് വൈറ്റമിൻ ഡി ലെവൽസ് 9 ഓഫ് ദം വിൽ ഹാവ് ഡെഫിഷ്യൻസി. പക്ഷേ ആഫ്റ്റർ കോവിഡ് അവയർനെസ് ഉള്ളത് കൊണ്ട് പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് വൈറ്റമിൻ ഡി. ഇപ്പോൾ ഞാൻ ഒരു 10 പേർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്താൽ ഒരു 5 പേര് പ്രോബ്ലി വിൽ ബി ഡെഫിഷ്യൻറ്റ്. ആൻഡ് ദ അതർ 5 ഹു ആർ നോട്ട് ഡെഫിഷ്യൻറ്റ് ദേ വിൽ ബി ടേക്കിംഗ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്. ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഇൻക്രീസ് അവർ വൈറ്റമിൻ ഡി ലെവൽസ്. വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ടാബ്ലറ്റ്സ് അല്ലാതെ ഫുഡ് വഴി എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? അൺഫോർച്ചുനേറ്റ്ലി 90% ഓഫ് വൈറ്റമിൻ ഡി ഇസ് നമുക്ക് കിട്ടുന്നത് സൺലൈറ്റ് ത്രൂ ആണ്. ഫുഡിൽ നമുക്ക് എത്ര എടുത്താലും ആ 10% മാത്രമേ ഫുഡിൽ നിന്ന് കിട്ടുള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് വെരി എഫക്റ്റീവ്. വെയിലത്തിറങ്ങി നിന്നാൽ മതി ബേസിക്കലി. പിന്നെ അതിലൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇപ്പം ഒരു ഡെർമറ്റോളജിസ്റ്റിനൊക്കെ പോയാൽ അവർ പറയും വെയിൽ കൊള്ളരുത്, ക്യാൻസർ വരും. സോ ഇപ്പം വാട്ട് വി സേ സപ്ലിമെന്റ്സ് ആണ് ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഈ കാർഡിയോയുടെ കാര്യം പറയുമ്പോൾ അതിൽ ഈ ഹൈ ഇന്റൻസിറ്റി കാർഡിയോ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമിനയൊക്കെ കൂടുന്നുണ്ട്. പക്ഷെ അത് ഒരു ടൈമിന് അപ്പുറത്തോട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു വരും, നമ്മുടെ വീണ്ടും പഴയ കണ്ടീഷനിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. ഒരു പവർ എക്സസൈസസ്, പവർ ആക്ടിവിറ്റീസിന് ഇറ്റ് ഇസ് ഗുഡ്. സോ ഇഫ് യു ആർ വെയിറ്റ് ലിഫ്റ്റിംഗ്, അത് ഇറ്റ് റിക്വയർസ് പവർഫുൾ മൂവ്മെന്റ്സ്. അപ്പോൾ അതിന് ഹൈ ഇന്റൻസിറ്റി ഒരു കാർഡിയോ ആക്ടിവിറ്റി വിൽ ബി ഗുഡ്. പക്ഷേ ഇപ്പോൾ റെഗുലർ ആക്ടിവിറ്റീസിന് ഇറ്റ് ഇസ് നോട്ട് വെരി എസെൻഷ്യൽ. ഒരുപാട് ജിമ്മുകളിലൊക്കെ മെയിനായിട്ട് ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ്ങിന് പകരം കൂടുതലും ഹൈ ഇന്റൻസിറ്റി കാർഡിയോ അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ് ആണ് കൂടുതൽ പുഷ് ചെയ്യുക. പക്ഷേ ഇതുകൊണ്ട് ലോങ് ടൈമിൽ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യമാണ് ഹൈ ഇന്റൻസിറ്റി ചെയ്യുന്നതുകൊണ്ട്. ചാൻസസ് ഓഫ് ഇഞ്ചുറീസ് ആർ കുറച്ചുകൂടെ ഹയർ. ആ സ്പെസിഫിക് ബൗട്ട് ഓഫ് ആ ഇൻക്രീസ്ഡ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഐ വുഡ് നോട്ട് റെക്കമെൻഡ് പ്രോഗ്രസീവ് ആയിട്ട് പോകുന്ന ആക്ടിവിറ്റീസും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസസ് ആണ്. ദേ ആർ ലെസ് പ്രോൺ ഫോർ ഇഞ്ചുറി ആൻഡ് ലോങ് ടേം ബെനിഫിറ്റ്സ് അതിലേക്ക് കിട്ടും. അതുപോലെ ഫ്രീ ബോഡി എക്സസൈസുകളും വിത്തൗട്ട് വെയിറ്റ്, യെസ്, ദേ ആർ വെരി എഫക്റ്റീവ്. കാലിസ്തനിക്സ് ഒക്കെ ഇറ്റ്സ് എ ബിഗ് ക്രേസ് നൗ. സോ അതൊക്കെ നല്ലതാണ്. ബിഗസ്റ്റ് അഡ്വാൻറ്റേജസ് നമുക്ക് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, അത്ര ടൈം ലാഭിക്കാം. ഇഫ് യു ക്യാച്ച് ദ ട്രെൻഡ് ദെൻ ഇറ്റ് ഇസ് വെരി ഈസി ടു ഡു. നമ്മളിപ്പോൾ പല ടൈപ്പിലെ വർക്കൗട്ട് കാര്യങ്ങൾ പറഞ്ഞു, സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അതിലൊക്കെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ ഈ എല്ലിന് തേയ്മാനം വരിക, ഒത്തിരി ചെയ്ത് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാലൊക്കെ തേയ്മാനം വരിക, മുട്ടിന് തേയ്മാനം വരിക, അപ്പോൾ ഈ ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ അത് മാക്സിമം എങ്ങനെ നമുക്ക് കുറയ്ക്കാം? നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷന് തേയ്മാനം മോസ്റ്റ് കോമൺ ഉള്ളത് മുട്ടിലാണ്. അപ്പോൾ മുട്ടില് സ്ട്രെസ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് കുറയ്ക്കണം ഒന്ന്. പിന്നെ മുട്ടിന്റെ സ്ട്രെങ്ത് കൂട്ടണം. ദ മസിൽസ് അറൗണ്ട് ദ നീ, അതിന് നല്ല സ്ട്രെങ്ത് ആണ്. ഒരു മിസ്കൺസെപ്ഷൻ ആണ്, എവറിബഡി സേ ദാറ്റ് സർ ഞാൻ കുറേ നടക്കും, ഞാൻ ഓക്കെയാണ്, മുട്ടൊക്കെ ഓക്കെയാണ്. പക്ഷെ അതല്ല നടക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി സ്ട്രെയിൻ ഫോർ ദ നീസ്. ഈ സ്റ്റെപ്സ് കയറി ഇറങ്ങും. ഇപ്പോൾ എല്ലാ സ്ഥാപനത്തിലും യൂസ് ദ സ്റ്റെയർസ്, ഡോണ്ട് യൂസ് ലിഫ്റ്റ് എന്നൊക്കെ പറയും ഫോർ ഹെൽത്ത്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് കുറേ പേര് സ്റ്റെയർസ് യൂസ് ചെയ്തിട്ട് പിന്നെ അവസാനം മുട്ടുവേദനയായിട്ട് വരും. പിന്നെ അത് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ തേയ്മാനമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ വേണേ തിങ്ക് അബൌട്ട് ഇറ്റ്, അത് ജനറലി അവർക്ക് മസിൽ വീക്കാണ്. ഓക്കെ, പിന്നെ അവർ എപ്പോഴെങ്കിലും ഇപ്പം ഓഫീസൊക്കെ പോയിട്ട് അവർ സ്റ്റെയർസ് യൂസ് ചെയ്യും. വീക്ക് മസിൽസ് ആയിട്ട് അവർ സ്റ്റെയർ ക്ലൈംബ് ചെയ്യുമ്പോൾ കൂടുതൽ സ്ട്രെസ് ജോയിന്റിലാണ് വരുന്നത്. പിന്നെ മസിൽസ് അങ്ങനെ ബിൽഡപ്പ് ഒന്നും ആവാൻ പോകുന്നത് ബിക്കോസ് ഇതൊരു എക്സസൈസ് ആക്ടിവിറ്റി അല്ല. എപ്പോഴെങ്കിലും അവർ സ്റ്റെയർ ക്ലൈംബ് ചെയ്യും. പക്ഷെ അതിൽ സ്ട്രെയിൻ വരുന്നത് മുട്ടിലാണ്. അപ്പം വിത്ത് ടൈം മുട്ടിൽ ഈ തേഞ്ഞ് പോകാൻ ചാൻസ് ഒക്കെ ഹൈ ആണ്. എനി ജോയിന്റിൽ ഈ ഷിയറിംഗ് ഫോഴ്സസ് ആണ് കൂടുതൽ ജോയിന്റിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷിയറിംഗ് ഫോഴ്സസ് നമ്മുടെ ഈ മൂവ്മെന്റ്, അപ്പോൾ ഈ സ്റ്റെയർ ക്ലൈംബിങ്ങിൽ ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ജോയിന്റിന് ആ മൂവ്മെന്റ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവാണ്. സോ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് മസിൽ സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇഫ് യു ഗോ ഫോർ ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ഇസ് ഓക്കെ. ഒരു നല്ല ഒരു ഫിറ്റ്നസ് പെർസ്യൂ ചെയ്യുന്ന ആള് ഇഫ് യു സീ ഹിം ക്ലൈംബിംഗ് ദ സ്റ്റെയർസ് യു വിൽ നോ ദ ഡിഫറൻസ് ഹൗ എഫിഷ്യൻ്റ്ലി he climbs. പക്ഷെ അത് വേറെ കുറച്ചൊരു പ്രായമുള്ള ആൾ ഹൂസ് നോട്ട് ഇൻ ടു ഫിറ്റ്നസ്, അവർ ക്ലൈംബ് ചെയ്യുമ്പോൾ അവർ റെയിലിൻ്റെ സപ്പോർട്ട് പിടിച്ചിട്ട് അവർ ഹിപ്പ് ഒന്ന് സ്വേ ചെയ്തിട്ട് അവരെല്ലാം സ്ട്രെയിൻ, നമ്മൾ മുട്ട് തൊട്ട് ഹിപ്പ് പോയിട്ട് പിന്നെ സ്പൈൻ വരെ പോകും. അത്രയും വീക്കൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓ മൈ ഗോഡ് പാവം ഈസ് ഹാവിങ് സോ മച്ച് ഓഫ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരനെ ഇഫ് യു ടെൽ ദം നോ യു ഷുഡ് ക്ലൈംബ് സ്റ്റെയർസ്, ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു എഫക്ട് ഹിം മോർ. ബേസിക് ആയിട്ട് ഇംപ്രൂവ് യുവർ സ്ട്രെങ്ത്, ബേസ് ലൈൻ ഫിറ്റ്നസ് ഇൻക്രീസ് ചെയ്യുക, ദെൻ you can pursue any activity you want. പല ഫീൽഡിലും ഇതുപോലെ നടപ്പ് ഒരു സ്ഥിരമാക്കേണ്ട ആൾക്കാർക്ക് നമുക്ക് കുറച്ച് ഗിയേഴ്സും നല്ല ചെരുപ്പുകളും നല്ല ഷൂസ്, അപ്പം നല്ല ആക്സസറീസ് ഉപയോഗിക്കാൻ പറ്റും. അതിപ്പം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇതെല്ലാം കറക്റ്റ് ആക്സസറീസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത് എങ്ങനെ ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റും? അത് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തിനൊക്കെയാണ്? സോ നമ്മൾ കൂടുതൽ നടക്കുകയാണെങ്കിൽ
വാക്കിംഗ് ഷൂസ് മസ്റ്റാണ്. ചിലർ നമുക്ക് റണ്ണിങ് ഷൂസ് വാങ്ങിക്കാം. എന്തായാലും റണ്ണിങ് ഷൂസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് വാക്കും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം റണ്ണിങ്ങും ചെയ്യാം. അപ്പോൾ ലാഭമല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ റണ്ണിങ് ഷൂസ് വാങ്ങിക്കും. പക്ഷേ ആ ഷൂസ് വാങ്ങിച്ചിട്ട് ഇപ്പം നടക്കാൻ പോകുമ്പോൾ ചെറിയ ഡിഫറൻസസ് ഉണ്ട് ഈ ഷൂസിലൊക്കെ. ഇപ്പോൾ വാക്കിംഗ് ഷൂസ് ആണെങ്കിൽ ടോസും ആ 4 ഫുട്ടാണ് കൂടുതൽ ഫ്ലെക്സിബിൾ ആവുന്നത്. പക്ഷേ റണ്ണിങ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ഹൈൻഡ് ഫുട്ടാണ് ഫസ്റ്റ് കോൺടാക്ട് വന്നത്. സോ ഷൂസ് ആർ ഓൾസോ മെയ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇപ്പോൾ വാക്കിംഗ് ആണെങ്കിൽ 4 ഫുട്ട് വിൽ ബി മോർ ഫ്ലെക്സിബിൾ. പക്ഷേ റണ്ണിങ് ഷൂസിൽ 4 ഫുട്ട് അത്രയും ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. സോ ഈ റണ്ണിങ് ഷൂസ് നമ്മൾ വാക്കിങ്ങിന് യൂസ് ചെയ്താൽ 4 ഫുട്ടിൽ സ്ട്രെയിൻ വരും. പിന്നെ അതേപോലെ കുഷനിങ് ഓൾസോ. റണ്ണിങ് ഷൂസിൽ നല്ല കുഷനിങ് വേണം. അപ്പം ഷൂസിൻ്റെ കുറച്ച് വെയിറ്റും കൂടാം. പക്ഷെ വാക്കിങ്ങിൽ അത്രയും കുഷനിങ് ആവശ്യമില്ല. സംടൈംസ് കുറച്ച് പെയിനൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ വെയർ നീ ക്യാപ്പ്. ഓക്കെ, കുറച്ച് നേരത്തേക്ക് യു ക്യാൻ വെയർ നീ ക്യാപ്പ്. അത് ആ കറക്റ്റ് സമയത്ത് യൂസ് ചെയ്താൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ. ഒരു പ്രായം, അതായത് 30s-ലും 40s-ലൊക്കെ, അതായത് 30s കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഒരു മസിൽ ലോസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ഡിലേ ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് ഈ വൈറ്റമിൻ ഡി പറയുന്ന സാധനം വെരി ഇമ്പോർട്ടൻറ്റ്. 50% people have vitamin D deficiency. So first make sure that your blood parameters are okay. Vitamin D levels normal ആണെന്ന് നോക്കണം. ഇല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുക. സോ ദാറ്റ് ഈസ് വൺ. പിന്നെ രണ്ടാമത് ഈ മസിൽ ലോസ് ആവുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമുക്ക് ക്രാംസ് ഒക്കെ വരും. ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബൈ നൈറ്റ് ടൈം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ കാഫിലും ഒരു പിടുത്തം വരും, അല്ലെങ്കിൽ തൈസിൽ ഒരു പിടുത്തം വരും. സോ ദീസ് ആർ ഓൾ ഇൻഡിക്കേഷൻസ് ദാറ്റ് യുവർ മസിൽസ് സ്ലോലി വേസ്റ്റിംഗ്. സോ ഈ ക്രാംസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യു ഷുഡ് ടേക്ക് സം സപ്ലിമെന്റ്സ്, മെഗ്നീഷ്യം, സിങ്ക്, അതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഇസ് ഫ്രം ദ സപ്ലിമെന്റ് സൈഡ്. പിന്നെ വി ഷുഡ് ഗിവ് എ സ്റ്റിമുലസ് ടു ദ മസിൽ ടു ബിക്കം സ്ട്രോങ്ങർ. അത് എക്സസൈസ് ആണ്, വെയിറ്റ് ട്രെയിനിങ് ആണ്, എനി ഫോം ഓഫ് വെയിറ്റ് ട്രെയിനിങ്. ഈ മസിൽ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണോ? 100%. It can recover well, but കുറച്ച് സമയം എടുക്കും. ദാറ്റ് ഈസ് വൈ ആസ് മച്ച് ആസ് പോസിബിൾ പ്രിവെന്റ് മസിൽ ലോസ്. പക്ഷേ വൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്താൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ബാക്ക്. ഇപ്പോൾ പേഷ്യൻസ് വിത്ത് ACL ഇഞ്ചുറീസ് അവർക്കൊക്കെ മസിൽ ലോസ് ഇസ് വെരി കോമൺ. ഈ തൈ മസിൽസ് ഒക്കെ പെട്ടെന്ന് ഷ്രിങ്ക് ആയി പോകും. ഇറ്റ് ടേക്സ് ടൈം. പക്ഷേ ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റീഹാബിലിറ്റേറ്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട് ഇറ്റ് ടേക്സ് അബൌട്ട് 1 year ടൈം ഫോർ മസിൽ ടു ഗെയിൻ ബാക്ക്. അപ്പോൾ അത് അത്രയും നമുക്ക് ഫൈറ്റ് ചെയ്യണം. But if you are able to prevent it, that's the best way forward. ഈ മെഗ്നീഷ്യം എങ്ങനെയാണ് നമ്മുടെ മസിലിനെ ഹെൽപ്പ് ചെയ്യുക? ഈ കാൽഷ്യം അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യും. ന്യൂറോമസ്കുലർ ആക്ടിവിറ്റി, ആ നെർവ്സും മസിൽസും ആ കണ്ടക്ഷനൊക്കെ മെഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനർജി ജനറേഷൻ, ATP എന്ന് പറയൂലേ. സോ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മെഗ്നീഷ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ മൈട്രോകോൺഡ്രിയ എന്ന് പറയൂലേ, നമ്മുടെ പവർ ഹൗസ് ഓഫ് ദ സെൽ, ഇഞ്ചിൻ പോലെ. സോ മൈറ്റോകോൺഡ്രിയയുടെ ആക്ടിവിറ്റിക്ക് മെഗ്നീഷ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് സപ്ലിമെന്റ് എടുത്തിട്ട് മെഗ്നീഷ്യം എക്സ്ട്രാ ബൂസ്റ്റ് കൊടുക്കുന്നത് ഒരു തെറ്റില്ല. ഐ ഗിവ് ലോട്ട് ഓഫ് മൈ പേഷ്യൻസ്, എസ്പെഷ്യലി എൽഡർലി പേഷ്യൻസ്, അവർക്കൊക്കെ ഇറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. ഈ മസിൽ ക്രാംസ് ഒക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഈ മസിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഡീഹൈഡ്രേഷൻ വരുന്നത് മസിൽസിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അതിന്റെ സയൻസ് എന്താണ്? മസിലിന്റെ മെജോറിറ്റി ഒരു ഭാഗം വാട്ടർ കണ്ടന്റ് ആണ്. ഓക്കെ, സെൽസിന്റെ ഒരു ഓൾമോസ്റ്റ് 60-70% വാട്ടർ ആണ്. സോ മസിൽസ് അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഹാസ് ടു കോൺട്രാക്ട് ആൻഡ് റിലാക്സ്. ഓക്കെ, സോ ഈ കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടക്കുന്നത് ഒരു വാട്ടറിൻ്റെ ബേസിസിലാണ്, ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റിലാണ്. സോ വാട്ടർ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ദിസ് കോൺട്രാക്ഷൻ റിലാക്സേഷൻ വിൽ നോട്ട് ഹാപ്പൻ പ്രോപ്പർലി. അതാണ് അതിൻ്റെ ഒരു ബേസിക് സയൻസ്. പണ്ട് കേട്ടിട്ടുള്ളത് നമ്മൾ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽ എങ്ങനെയാണ് വലുതാകുന്നത് എന്നുള്ളൊരു സംഭവം. യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു ഇത് വർക്ക് ആകുന്നത്? നമ്മൾ ബയോകെമിസ്ട്രി ലെവലിൽ പോയാൽ 2 things happen മസിലിൽ. ഒന്ന് ഹൈപ്പർ ട്രോഫി എന്ന് പറയും, ഒന്ന് ഹൈപ്പർ പ്ലേസിയ. സോ ഹൈപ്പർ ട്രോഫി എന്ന് പറഞ്ഞാൽ ഉള്ള മസിൽ തന്നെ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഇൻ സൈസ്. ഓക്കെ, ഹൈപ്പർ പ്ലേസിയ എന്ന് പറഞ്ഞാൽ മോർ മസിൽ ഫൈബേഴ്സ് ആർ കമ്മിങ് ടു ദ പിക്ചർ. പുതിയ ബോഡി ഈസ് മേക്കിംഗ് മോർ മസിൽ ഫൈബേഴ്സ്. സോ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബോത്ത് തിങ്സ് ഹാപ്പൻ. എന്തൊരു വെരി റീപ്രൊഡ്യൂസബിൾ ആൻഡ് വെരി എഫക്റ്റീവ് വേ ഈ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുന്നത് ഇസ് വിത്ത് 2 things. ഒന്ന് പ്രോഗ്രസീവ് ഓവർലോഡ് ആൻഡ് വൺ ഇസ് ബൈ ഇൻക്രീസിങ് യുവർ പ്രോട്ടീൻ ഇൻടേക്ക്. നമ്മൾ ഒരേ വെയിറ്റ് റെപ്പിറ്റേഷൻസ് കൂട്ടുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇനഫ് ഫോർ മസിൽ ടു ഗ്രോ ഇൻ സൈസ്. ഒരു വെയിറ്റ് വെച്ച് തുടങ്ങാണ്, നമ്മളൊരു 15-20 reps ചെയ്യുന്നു, മസിൽ ഒരു വിധം കുറച്ച് ഫറ്റീഗ് ആവും. അറ്റ് ദാറ്റ് ടൈം നമ്മൾ നെക്സ്റ്റ് ലെവൽ വെയിറ്റിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ പോകുമ്പം ആ എക്സ്ട്രാ എഫേർട്ടിലാണ് ഈ മൈക്രോ ടയർസ് ഒക്കെ ആവുന്നത്. അത് സോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മൈക്രോ ടയർസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നോ വി ആർ ഇൻ ദ റിക്കവറി പ്രോസസ്. ഈ സമയത്ത് വി ഹാവ് ടു ടേക്ക് പ്രോട്ടീൻ കണ്ടന്റ്. മസിൽ മാസ് കൂട്ടണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് അറ്റ്ലീസ്റ്റ് 2 times അവർ ബോഡി വെയിറ്റ് ഇൻ kilograms. സോ ബോഡി ബിൽഡേഴ്സ് ഒക്കെ they take 2 or 3 times also sometimes. സോ ഈ 2 കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ 100% യുവർ മസിൽ വിൽ ഗ്രോ.
ബിക്കോസ് ബാക്കിയുള്ള ബോഡീസ് ഫങ്ഷൻസ് ഒക്കെ വിൽ ഹെൽപ്പ് മേക്ക് ഷുവർ ദാറ്റ് ഈ മൈക്രോ ടയർസ് യു ആർ ഇൻഡ്യൂസിങ് ദ മൈക്രോ ടയർസ്, പിന്നെ ബോഡി ഫങ്ഷൻസ് വിൽ മേക്ക് ഷുവർ ദാറ്റ് മസിൽ ഹൈപ്പർട്രോഫിയും ആവും ആൻഡ് മസിൽ ഹൈപ്പർപ്ലേസിയും ആവും. സോ ഈ രണ്ടും ആവുമ്പോൾ there will be a muscle growth, because അതാണ് that how will you understand that next time ചെയ്യുമ്പോൾ ആ സെയിം weight will be easier to do. So that means the muscle mass has increased. So that's why our same resistance you are easily able to do. അപ്പം then you have to go to the next. So ഇതിലെ most important thing is injury വരാതെ നോക്കണം. അവിടെ recovery is very important. Recovery സമയത്ത് you should give it enough time to recover. That's where your supplements also come into the picture. ഈ BCAA എന്ന് പറയും, branch chain amino acids, omega-3 fatty acids, ഇതൊക്കെ വെരി ഹെൽപ്ഫുൾ ഇൻ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ. ക്രിയാറ്റിൻ ഇസ് ഡിഫറെന്റ്, BCAA ഇസ് ഡിഫറെന്റ്. BCAA ബിൽഡിംഗ് ബ്ലോക്സ് ആണ്, ഓക്കെ, പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. സോ അത് നമ്മുടെ കഴിക്കുമ്പോൾ അത് പോയി മസിലിൽ ഡെപ്പോസിറ്റ് ആയി ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഇൻക്രീസ് ദ മസിൽ മാസ്. ക്രിയാറ്റിൻ ഇസ് ലൈക്ക് എ ഫ്യൂവൽ. നമ്മുടെ ഈ ഒരു കാറിന്റെ അനോളജി എടുത്താലേ ഈ പവർ പെട്രോൾ എന്ന് പറയൂലേ, അതാണ് ക്രിയാറ്റിൻ. സോ ക്രിയാറ്റിൻ ഇസ് ലൈക്ക് എ പവർ പെട്രോൾ. അത് it will increase the muscle function ആ സമയത്ത് increase ചെയ്യണം. So you take creatine before your workout, okay, and you take proteins after your workout. Then the other thing is carnitine. Carnitine is also a good supplement. So ഇതേ car analogy ആയിട്ട് carnitine is like നമ്മുടെ engine oil. So it increases the performance of the engine. ഈ muscle സംബന്ധിച്ചോളം engine is the mitochondria. So carnitine will increase the efficiency of mitochondria. Creatine is like the power petrol. പിന്നെ എടുക്കുന്നത് ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സ്, ദാറ്റ് ഇസ് ഇൻക്രീസ് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. കൂടുതലും ഈ പ്രോട്ടീൻ പൗഡർ ആയിട്ട് ഇപ്പം കൂടുതലും അങ്ങനെയാണ് എല്ലാവരും എടുക്കുക. ഫുഡിലൂടെ എടുക്കുന്നതും പ്രോട്ടീൻ പൗഡർ ആയിട്ടായിരിക്കും ഈ പോസ്റ്റ് വർക്കൗട്ടിൽ കൂടുതൽ യൂസ് ചെയ്യാം. അപ്പം ഈ പൗഡർ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫോമിൽ നമ്മൾ കുടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അബ്സോർവ് ആവും എന്നുള്ളത് കൊണ്ടാണോ അങ്ങനെ എടുക്കുന്നത്? ഈ ഐസോഹൈഡ്രലൈസ്ഡ് എന്നൊക്കെ പറയും. സോ ദാറ്റ് മീൻസ് അത് വാട്ടർ സോളിബിൾ ആണ്. അങ്ങനത്തെ ഒരു ഫോർമുലേഷനിലൊക്കെ അയച്ചാൽ ഇറ്റ് ഈസ് ഈസിലി അബ്സോർബ്ഡ്. ഡെലിവറി ടു ദ മസിൽ ഇസ് ഫാസ്റ്റർ. ബോഡിക്ക് അത്രയും എഫേർട്ട് കൊടുക്കണ്ട ഈ പ്രോട്ടീൻസിനൊക്കെ അബ്സോർബ് ചെയ്യാൻ. അതുപോലെ ഈ കൊളാജൻ സപ്ലിമെന്റ്സിനെ പറ്റി ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ്, കൊളാജൻ പെപ്റ്റൈഡ്സ്. മെഡിക്കൽ സൈഡിൽ വി മെയിൻലി ലുക്ക് അറ്റ് ഇറ്റ് ആസ് 2 types ഓഫ് കൊളാജൻ. കൊളാജൻ പെപ്റ്റൈഡ് ടൈപ്പ് 1 എന്ന് പറയും, ടൈപ്പ് 2 എന്ന് പറയും. ഈ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു സ്കഫോൾഡ് ഓഫ് ടെൻഡൻസ്, ലിഗമെന്റ്സ്. പക്ഷേ ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റിന്റെ ലൈനിങ് അല്ലേ, കാർട്ടിലേജ് എന്ന് പറയും, അതിന്റെ സ്കഫോൾഡാണ്. പക്ഷെ ഇപ്പോൾ പറഞ്ഞത് കൂടുതൽ ടൈപ്പ് 1 കൊളാജൻ ആണ്. ഇറ്റ് ഇസ് മോർ ഫോർ athletes and people who are into fitness. Type 2 collagen കുറച്ചുകൂടി elderly people, joint pains, ചെറിയ ആർത്രൈറ്റിസിന്റെ തുടക്കം, അവർക്കൊക്കെ ടൈപ്പ് 2 കൊളാജൻ ആണ് മോർ യൂസ്ഫുൾ. ടൈപ്പ് 1 എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണ്. ഇഫ് യു ആർ ഗോയിങ് ഫോർ ഫിറ്റ്നസ്, യെസ്, അതൊക്കെ യു ക്യാൻ ടേക്ക്. ഇറ്റ്സ് ഓൾ ഇതെല്ലാം നമ്മുടെ ഒരു അറ്റംപ്റ്റ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് അവർ എക്സസൈസസ്. സ്റ്റഡീസ് വൈസ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ പ്രൂവൻ. കൂടുതൽ ഈ സപ്ലിമെന്റ്സ് കൂടുതൽ എടുക്കുമ്പോൾ പൊതുവേ സൈഡ് എഫക്ട്സ് കുറവായിരിക്കും. പക്ഷേ മറ്റൊരു സൈഡ് നോക്കുമ്പോഴത്തേക്കും അത് കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഈ സപ്ലിമെന്റ്സ് ആണ് കിഡ്നിനെ ബാധിക്കത്തില്ല. സോ അത് സേഫ് ആണ്. You can try it out. If it suits you, if you feel good, you can continue. If you think waste of money, എനിക്ക് ഒന്നും വർക്ക് ആവുന്നില്ല, you can stop it. But അങ്ങനെ കിഡ്നിയോ ലിവറോ ബാധിക്കുന്ന അങ്ങനെ it doesn't happen. It's a very safe thing. അപ്പോൾ നമ്മൾ ഇപ്പം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പ്രോപ്പർ ഗിയറിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഈ നമ്മൾ നടക്കുന്ന സർഫസ് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന ഏരിയ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് അല്ലേ? അപ്പം ഏറ്റവും നല്ല ഇതുപോലത്തെ വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ട സർഫസ്, അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് അത് ചെയ്യേണ്ടത്? ഗ്രൗണ്ടിൽ നടക്കുന്നത് ബെറ്റർ ആണ്. ഇപ്പോൾ ടാർ റോഡോ ഇല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിലൊക്കെ നടക്കുന്നത്, ലോട്ട് ഓഫ് പേഷ്യൻസ് കം വിത്ത് ഹീൽ പെയിൻ, ആങ്കിൾ പെയിൻ, നീ പെയിൻ. അപ്പം സോ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് കുറവായിരിക്കും. സോ ഈ മണ്ണ് ഗ്രൗണ്ട് ആണെങ്കിൽ ദാറ്റ് ഇസ് മച്ച് ബെറ്റർ ദെൻ ഹാർഡ് സർഫസസ്. ഈ സ്ലോപ്പ് ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ കുറച്ച് സ്ട്രെയിൻ ആണ് മുട്ടിനും ബാക്കിനും. സോ ഒരു ഫ്ലാറ്റ് സർഫസ് ആൻഡ് ഒരു പ്രോപ്പർ ഗ്രൗണ്ട്, അതായത് നമുക്കൊരു നല്ല പാർക്കൊക്കെ ഐഡിയലി ഒരു പാർക്ക് വിത്ത് എ ഗ്രാസ് സർഫേസ്, അതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്കത് ഇപ്പം കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുപോലെ ഒരു ഏരിയാസൊക്കെ ഇപ്പോൾ കിട്ടാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഉള്ള പാർക്കിലൊക്കെ എല്ലാവരും കോൺക്രീറ്റ് ചെയ്തിട്ട് ഫുട്പാത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഫ്രം യുവർ സൈഡ് വെയർ പ്രൊട്ടക്റ്റീവ് ഷൂസ്, ഓക്കെ, ആസ് മച്ച് ആസ് പോസിബിൾ നല്ല കുഷൻ ഉള്ള ഷൂസ് ഒക്കെ യൂസ് ചെയ്താൽ ദെൻ ആ എക്സ്റ്റെൻറ്റ് ഓഫ് ജോയിന്റ് റിയാക്ഷൻ ഫോഴ്സ് നമുക്ക് കുറയ്ക്കാം. ദാറ്റ് ഇസ് ഓൺലി ഓൾട്ടർനേറ്റീവ്. ഓർ യു ഹാവ് ടു ട്രൈ ആൻഡ് ഫൈൻഡ് ഏരിയാസ് വെയർ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നടക്കാൻ പറ്റുന്ന ഏരിയാസ് വിച്ച് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്. സോ ഫ്രം അവർ സൈഡ് വി ഹാവ് ടു നല്ല ഷൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ. എൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കും ഈ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടായിരുന്ന പ്രധാന പ്രശ്നമായിരുന്നു എൻ്റെ ഷോൾഡറിന്റെ കാര്യം. അകത്ത് എന്തോ സൗണ്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാകും, ഇതിങ്ങനെ ഇതാകുന്ന പോലെ ഒരു മൂവ്മെന്റ്, ജോയിന്റ് തമ്മിൽ എന്തോ മൂവ്മെന്റ് ആയതുപോലെ തോന്നി. ഓക്കെ. എന്നിട്ട്
നല്ലൊരു പെയിനും വരും, പിന്നെ കയ്യിലൊന്നും ഉണ്ടാവില്ല, ബാറ്റൊക്കെ വഴി പറന്നു അങ്ങനെ ആ ഒരു കണ്ടീഷനായിരുന്നു. So most likely it was a ligament injury. So any joint രണ്ട് സപ്പോർട്ടാണ്, ഒന്ന് ലിഗമെന്റ് പിന്നെ മസിൽ. സോ നമ്മുടെ മസിൽ നല്ല സ്ട്രോങ് ആണെങ്കിൽ ആ ലിഗമെന്റിൽ വരുന്ന സ്ട്രെയിൻ അത്രയും ഉണ്ടാവില്ല. മസിൽ വിൽ ടേക്ക് മോസ്റ്റ് ഓഫ് ദ സ്ട്രെയിൻ. സോ പ്രോബബ്ലി അറ്റ് ദാറ്റ് ടൈം ആ ഫോഴ്സ് അത്രയും ഫോഴ്സ് എക്സേർട്ട് ചെയ്തപ്പം ഷോൾഡർ ജോയിന്റിലുള്ള ലിഗമെന്റ് വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് ദറ്റ് ഫോഴ്സ്. സോ അതിൽ ചെറിയ എന്തോ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് വൈ യു ഫെൽറ്റ് ജോയിന്റും തമ്മിൽ ഒരു മൂവ്മെന്റ്. നോർമലി ജോയിന്റ് കോൺഗ്രന്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, പക്ഷെ ജോയിന്റ് തമ്മിൽ ഒരു അബ്നോർമൽ മൂവ്മെന്റ് പറഞ്ഞാണ് വി ഫീൽ ഓക്കെ സംതിങ് ഇസ് റോങ്. സോ ദാറ്റ് ഇസ് വാട്ട് ഹസ് ഹാപ്പൻ. സോ അത് സബ്ലക്സേഷൻ എന്ന് പറയും. പക്ഷെ ഡിസ്ലൊക്കേഷൻ തന്നെ ജോയിന്റ് കംപ്ലീറ്റ് പുറത്ത് ചാടി വരുന്നതാണ്. സോ ലക്കിലി ദാറ്റ് ഹാസ് നോട്ട് ഹാപ്പൻ. പക്ഷെ സബ്ലക്സേഷൻ ഇറ്റ് സെൽഫ് ഇറ്റ്സ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് എന്തോ ലിഗമെന്റിന് ചെറിയ ഇഷ്യൂ പറ്റിയിട്ടുണ്ടെന്ന്. അതെങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും? സോ വാട്ട് ഇസ് ദ അതർ സപ്പോർട്ട് ഫോർ ദ ജോയിന്റ്? മസിൽ സ്ട്രെങ്തനിങ്. Okay, so muscle strengthen ചെയ്ത if you go back now to badminton you will find that it is more efficient. Okay, but ഇത് ഒരു ബാലൻസ് ആണ്. ആ റിയാക്ഷൻ ഫോഴ്സും നമ്മുടെ മസിൽ സ്ട്രെങ്ത്തും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ ആ ലിഗമെന്റ് വീണ്ടും സ്ട്രെയിൻ ആവും. പക്ഷെ മിസ്മാച്ച് ഇല്ല, കറക്റ്റായിട്ട് ആ മൂവ്മെന്റ് നടക്കുന്ന കോൺഗ്രന്റ് ആയിട്ട് മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ ദെൻ യു വിൽ നോട്ട് ഫീൽ ദറ്റ് ഇഷ്യൂ. ഇതിന്റെ നെക്സ്റ്റ് സ്പെക്ട്രമാണ് കംപ്ലീറ്റ് ഡിസ്ലൊക്കേഷൻ ആവുന്നത്. അത് യങ്ങർ ഏജിലായി കഴിഞ്ഞാൽ ദെൻ ദറ്റ് ലിഗമെന്റ് വിൽ നോട്ട് ഹീൽ ബൈ ഇറ്റ്സെൽഫ്. സോ ഇപ്പം യങ്ങർ ഏജ് ബിലോ 25. പക്ഷേ 25 കഴിഞ്ഞാൽ ദർ ഇസ് സ്റ്റിൽ എ ചാൻസ് ദറ്റ് ഇറ്റ് കൻ ഹീൽ, ബിക്കോസ് ബോഡി ഓട്ടോമാറ്റിക്കലി ബിക്കം സ്റ്റിഫർ. ആസ് വി ഏജ് നമ്മുടെ ബോഡി കുറച്ച് സ്റ്റിഫായി ആയിക്കൊണ്ടിരിക്കും. സോ ആ ഏർലി 20s ഡിസ്ലൊക്കേറ്റ് ആകുമ്പോൾ സർജറി ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ആ ലിഗമെന്റ് ഫിക്സ് ചെയ്യുക, സോ ദാറ്റ് ബെസ്റ്റ് ചാൻസ് ഓഫ് നോട്ട് ഡിസ്ലൊക്കേറ്റിംഗ്. പക്ഷേ 25 കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റിൽ ട്രൈ എക്സസൈസ്, ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ, അതെല്ലാം ട്രൈ ചെയ്താൽ ദെൻ വി ക്യാൻ സീ വീണ്ടും ഡിസ്ലൊക്കേറ്റ് ആവണമെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സർജിക്കൽ ട്രീറ്റ്മെന്റ്. ബട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ഓൾവേസ് എക്സസൈസ്, സ്ട്രെങ്തനിങ്, മസിൽ കോർഡിനേഷൻ എക്സസൈസസ്. പിന്നെ ദ അതർ തിങ്, ഈ ത്രോയിങ് അത്ലീറ്റ്സിലാണ് ഈ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. സോ അവർക്ക് വാട്ട് ഐ സീ ഇസ് ദാറ്റ് ത്രോ ചെയ്യുമ്പം ദേ എക്സർട്ട് ദർ എൻറ്റയർ ഫോഴ്സ് ഫ്രം ദ ഷോൾഡർ. ഫുൾ ഫോഴ്സ് ഷോൾഡർ എന്നാണ് വന്നത്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ഹൗ ഇറ്റ് നോർമലി ഷുഡ് ബി ഡൺ. അതിന് ട്രെയിനിങ് എടുക്കണം ഇഫ് യു ആർ ഇൻ ദ ത്രോയിങ് കൈൻഡ് ഓഫ് സ്പോർട്സ്. സോ എനി ത്രോ ചെയ്യുമ്പം ദാറ്റ് ഫോഴ്സ് ഷുഡ് ബി ജനറേറ്റഡ് ഫ്രം ദ ലെഗ്സ്. കാലിൽ നിന്ന് വന്നിട്ട് ഇറ്റ് ഷുഡ് ഗോ ത്രൂ യുവർ കോർ. യുവർ കോർ ഹാസ് ടു സ്റ്റെബിലൈസ്. പിന്നെ അത് ആ ഫോഴ്സ് ജനറേഷൻ ഷുഡ് കം ത്രൂ ദ ഷോൾഡർ ആൻഡ് ദെൻ യു ഷുഡ് ത്രോ. സോ ആ ട്രെയിനിങ് എടുത്താൽ ദെൻ ദ ത്രോയിങ് മെക്കാനിക്സ് ബിക്കംസ് മോർ എഫിഷ്യൻറ്റ് ആൻഡ് ദിസ് ചാൻസസ് ഓഫ് ഇഞ്ചുറി ഇസ് ലെസർ. സോ ഇത് കൈനറ്റിക് ചെയിൻ എന്ന് പറയും ഇതിന്. സ്പോർട്സിലുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ദേ നോ ദിസ് തിങ്സ്. സോ അവർ അതനുസരിച്ച് ട്രെയിനിങ് ചെയ്യും. എല്ലാവരും വീട്ടിൽ കട്ടിലും ബെഡ് ഉപയോഗിക്കുന്നവരാണ്. ബെഡിന് പല ടൈപ്പ്. ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നല്ല സോഫ്റ്റ് ബെഡ് കാണും. പക്ഷേ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ പൊതുവെ എനിക്ക് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ, ഇച്ചിരി കൂടെ ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഇപ്പോൾ ഒത്തിരി പുതിയ ടൈപ്പ് ബെഡ് വരുന്നത് ഓർത്തോപീഡിക്സ് ബെഡ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഗ്രിഡ് മാട്രസ്. ഏറ്റവും നല്ല മെമ്മറി ഫോം ലോങ് ടേമിൽ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെഡ് ഏതാണ്? ഹോട്ടൽ ബെഡ് ഒന്നും നോക്കരുത്, അതിന്റെ പർപ്പസ് വേറെയാണ്. നമ്മുടെ വീട്ടു ബെഡ് നോക്കിയാൽ മതി. സോ ഫേം സർഫസ്. ബാക്ക് പെയിൻ ഉള്ള പേഷ്യൻസിന് അവർക്ക് ഹോട്ടൽ ബെഡ് അതുപോലെ ബെഡ് യൂസ് ചെയ്യുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ദേ വിൽ ഹാവ് എ സ്റ്റിഫ് ബാക്ക്. അതായത് ഒരു ബാലൻസ് ആയിട്ട് പോകണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു സോഫ്റ്റ് ദാറ്റ് ഹോട്ടൽ ബെഡ് പോലെ. ഇറ്റ് ഷുഡ് നോട്ട് നമ്മുടെ നട്ടിൽ താന്നി പോകാൻ പാടില്ല. സോ ഐഡിയ ഇസ് ടു മെയിൻറ്റെയിൻ ദ അലൈൻമെന്റ് ഓഫ് ദ സ്പൈൻ. ഓക്കെ, കുറച്ച് ഫേം ആണെങ്കിൽ നമ്മൾ ബാക്കിൽ കടന്നിരിക്കുമ്പോൾ ആ സ്പൈൻ്റെ ഒരു നോർമൽ ഒരു ഷേപ്പ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ആവും. അത് മെയിൻറ്റെയിൻ ആയി കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ യു വിൽ ഗെറ്റ് അപ്പ് ഫ്രഷ്. പക്ഷെ ഫോർ വാട്ട് എവർ റീസൺ ഇപ്പം നല്ല ഫേം ആണെങ്കിലും ആ അലൈൻമെന്റിൽ കുറച്ച് ഒരു അലൈൻമെന്റ് ഒന്ന് ഫ്ലാറ്റ് ആവാൻ ഒരു ഇത് ഉണ്ടാവും, ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഓൾസോ ബാഡ് ഫോർ ദ സ്പൈൻ. ഒത്തിരി ഹാർഡ് ആണെങ്കിൽ. ഇത് ഫേം ആണെങ്കിൽ ഇറ്റ് മെയിൻറ്റെയിൻ ദ അലൈൻമെന്റ്. സോ അത് അഗൈൻ രാവിലെ എണീക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? സോ ദാറ്റ് യു ട്രൈ ടു സീ കോൺഷ്യസ്ലി. പിന്നെ ഒരു വിച്ച് ഇസ് എ ഗുഡ് പോസ്റ്റർ, ദാറ്റ് ഇസ് അനദർ ക്വസ്റ്റ്യൻ ഐ ഗെറ്റ് ആസ്ക്ഡ്. നമ്മൾ നേരെ കിടക്കും, യെസ്, സൈഡിലോട്ടാണ് കിടക്കുന്നത്, കമന്ന് കിടക്കരുത്. ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ സ്പൈൻ. മോസ്റ്റ് പീപ്പിൾ that is their preferred posture. I don't know why, but ideally lie on the back. നമ്മൾ ബാക്കിലോട്ട് കിടക്കുമ്പോൾ ചെറിയൊരു പില്ലോ യൂസ് ചെയ്യാം. അപ്പം ആൻഡ് കഴുത്തിന് അടിയിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. എത്ര പില്ലോ യൂസ് ചെയ്യാം? നമ്മൾ ഹൗ മച്ച് നെക്ക് ഇസ് ഗെറ്റിംഗ് ബെൻഡ് ഫോർവേഡ്, അതാണ് കാര്യം. സോ അത് അധികം ഇറ്റ് ഷുഡ് നോട്ട് ബെൻഡ് ഫോർവേഡ്. അതനുസരിച്ച് യു കൻ യൂസ് എ പില്ലോ. പിന്നെ സൈഡിലോട്ട് വേണമെങ്കിൽ കിടക്കാം. സോ ദാറ്റ് ഓൾസോ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇപ്പം രണ്ട് കാലിൻ്റെ ഇടയ്ക്ക് ഒരു തലകാണി വെച്ചിട്ട്, ഇല്ലെങ്കിൽ പിന്നെ കഴുത്തിന്റെ അടിയിൽ, അപ്പം ദെൻ യു മേ ഹാവ് ടു കീപ് 2 or 3 pillows. ഇങ്ങനെ കറക്റ്റ് നമ്മുടെ നെക്ക് ഇങ്ങനെ ബെൻഡ് ആയിരിക്കാൻ പാടില്ല, ഇറ്റ് ഷുഡ് ബി സ്ട്രേറ്റ്. സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാട്ട് എവർ ഇസ് റിക്വയർഡ് അത് യൂസ് ചെയ്യാം. സോ either straight or sideways, whichever side is okay. പക്ഷേ ഡോണ്ട് ലൈ ഡൗൺ ഓൺ ദ സ്റ്റമക്ക്. അതാണ് ഏറ്റവും
സ്പൈൻ പോസ്ചറിന് ഇറ്റ് ഇസ് മോസ്റ്റ് ഹാർംഫുൾ. മെമ്മറി ഫോം മാട്രസ് അങ്ങനെയുള്ളത് യൂസ് ചെയ്യുന്നത് പ്രശ്നമോ? No, I think it's good. Memory foam, it's correct firmness ആണ്. നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അനുസരിച്ച് മെമ്മറി ഫോം വിൽ ഗെറ്റ് അഡ്ജസ്റ്റഡ്, ആൻഡ് ഐ തിങ്ക് that's a good option. പിന്നെ ഈ ലോങ് അവേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, ചിലർ ബാക്കിൽ പില്ലോ വെക്കുന്ന കാണും, ചിലർ ബാക്കിൽ മറ്റേ ഈ പല സാധനങ്ങൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിളാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ലൈക്ക് ഇപ്പം ഡ്രൈവ് ഒത്തിരി മണിക്കൂറുകൾ ഡ്രൈവ് ചെയ്യുന്നവർക്ക് എന്താണ്? യെസ്, ഡ്രൈവ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു പ്രിവെന്റ് ദ ബാഡ് എഫക്ട്സ് ഓഫ് സിറ്റിംഗ്. പക്ഷേ ഇവർ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ദേ ആർ ഡ്രൈവിംഗ് ഫോർ അവേഴ്സ് ടുഗദർ, ഫോർ മന്ത്സ് ആൻഡ് ഇയേഴ്സ് ടുഗദർ. സോ അത്രയും നാൾ ഡ്രൈവ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്ട് ഇസ് വെരി ലോ. ബട്ട് ഫോർ വാട്ട് എവർ ബെനിഫിറ്റ് ഇറ്റ് ഗിവ്സ് യു ക്യാൻ യൂസ്. അപ്പം നമ്മൾ ഇരിക്കുമ്പോൾ ആ ലോവർ ബാക്കിന് ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കും, വിച്ച് ഇസ് ഗുഡ്. ബട്ട് ഇഫ് യു ആർ എ ഡ്രൈവർ ഹൂസ് ബീൻ ഡ്രൈവിംഗ് ഫോർ ഇയേഴ്സ് ടുഗദർ, അത്രയും ക്യുമുലേറ്റീവ് എഫക്ട് ഇറ്റ് വിൽ നോട്ട് ഗിവ് ദാറ്റ് മച്ച് ഓഫ് ബെനിഫിറ്റ്. പിന്നെ ഈ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നവർ, അത് ഏറ്റവും നല്ല പോസ്ചർ ഏതാണ്? എൻ്റെ ഒരു ബെസ്റ്റ് റെക്കമെൻഡേഷൻ സ്റ്റാൻഡിങ് ഡെസ്ക്. എല്ലാവരോടും പറയാറുണ്ട്, പീപ്പിൾ ഹു ആർ അറ്റ് വർക്കിംഗ് ഫ്രം ഹോം, അവർക്ക് ഇറ്റ്സ് എ ബൂൺ. അവർക്ക് വീട്ടിലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റാൻഡിങ് ഡെസ്ക് ആക്കാം. നമ്മൾ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇരിക്കാം. ചെറിയ ടയർഡ്നെസ് ഫീൽ ചെയ്യുമ്പോൾ വി ക്യാൻ സിറ്റ്. പക്ഷേ നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്താൽ വി വിൽ നെവർ സ്റ്റാൻഡ്. സ്റ്റാൻഡിങ് ഇസ് ദ ബെസ്റ്റ് പോസ്ചർ. സ്റ്റാൻഡിങ്ങിൽ ഓട്ടോമാറ്റിക്കലി സ്പൈൻ അലൈൻഡ് ആവും. അനദർ വേ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റാൻഡിങ് ഇസ്, നമുക്ക് ബാക്ക് പെയിൻ വരുമ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ വി ഫീൽ ഗുഡ്. That itself is an indication that's a much better posture. So back pain ullapom either stand or lie down. Do not sit. If you have to sit, as much as possible conscious ആയിട്ട് spine on the straight ആക്കി ഇരിക്കണം. Keep a timer. Keep something on your screen that okay, you have to sit straight on. So reminder ഒക്കെ വെച്ചിട്ട് ചെയ്താൽ it's okay. But ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണീക്കുക, പോയി നടക്കുക, കുറച്ച് സ്ട്രെച്ചസ് ചെയ്യുക. പിന്നെ അതർ തിങ് ഇസ് chair yoga. ചെയർ യോഗ ഇസ് വെരി ഗുഡ്. എവറി നൗ ആൻഡ് ദെൻ കുറച്ച് എക്സസൈസസ് ഒക്കെ ചെയ്യാം. ബേസിക് ആയിട്ടുള്ളൊരു ചെയർ യോഗ ഇപ്പം കാണിക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? One exercise which will cover a lot of body parts. All you have to do is just stand, or അതായത് sit without the chair. Okay? For കൈ മാറ്റുക, what happens? Your entire lower body is activated. Okay? So you are sitting but without the support of the chair. അപ്പോൾ ലൈക്ക് നമ്മൾ യോഗയുടെ ഒരു പോസ് ആണ്, or I think ഉത്കട്ടാസന or something, and then lift your hands up as much as possible. Like somebody is pulling you up, okay, and maintain that. Entire full body gets activated. That one posture, if you ask me, is very effective. Pinna there are a lot of things. Nammal irunittu twist cheyanam. Pinna keep one leg on top of the other and push it down. Namukku figure of 4 nu parayile. Namukku Padmasan. So adinte this is half Padmasan. So angane kore exercise undu. But this one exercise is, if you ask me, very effective. Full body activation and strengthening good. It's like a half squat. So it's very effective exercise. അതുപോലെ ഈ നീ റീപ്ലേസ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഒത്തിരി ടെക്നോളജി വന്നിട്ടുണ്ട്, ആൾക്കാർ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് ഓഫ് നീ റീപ്ലേസ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? നീ റീപ്ലേസ്മെന്റ് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2 types ഉണ്ട്. ഒന്ന് പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയും, പിന്നെ ഒന്ന് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ സംടൈംസ് യങ്ങർ ഏജിൽ നമുക്ക് മുട്ടിനകത്ത് 3 joints ആണ് നമ്മൾ പറയുന്നത്. അതിൽ എല്ലാ ജോയിൻസും അഫക്റ്റ് ആവണമെന്നില്ല. യങ്ങർ ഏജിൽ പ്രോബ്ലി ഒരു ജോയിന്റ് മാത്രമേ അഫക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ്. പിന്നെ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ മുട്ട് കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞ് പോയിട്ടുണ്ടാവും. സോ അതിന് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്. അറ്റ് എ ടൈം നമ്മൾ ഒരു കാല് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് യൂണിലാറ്ററൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയും. പക്ഷേ നമ്മൾ അറ്റ് എ ടൈം 2 കാലും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ബൈലാറ്ററൽ നീ റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്. സോ ബൈലാറ്ററൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 2 കാലും ഒരുമിച്ച് ചെയ്യുന്നത് ഇസ് വെരി ബെനിഫിഷ്യൽ ഫോർ ദ പേഷ്യൻറ്റ്. ദാറ്റ്സ് വൈ അത് ഫസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. അതായത് ഒരു അനസ്തീഷ്യയിൽ 2 മുട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഹോസ്പിറ്റൽ സ്റ്റേനകത്ത് നമുക്ക് ഫിസിയോതെറപ്പി ചെയ്യാം. ഒറ്റ അനസ്തീഷ്യ, അത് അനസ്തീഷ്യയുടെ എഫക്ട്സ് ഒക്കെ പെട്ടെന്ന് ബോഡിക്ക് അത്രയും 2 തവണ സഹിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫിസിയോതെറപ്പി ഒരുമിച്ച് ചെയ്യുമ്പോൾ 2 കാലും അറ്റ് ദ സെയിം ടൈം റിക്കവർ ആവും. സോ ബയോമെക്കാനിക്സ് ഒക്കെ ബെറ്റർ ആവും. നമ്മൾ ഒരു മുട്ട് ചെയ്താലേ മറ്റു മുട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെയ്ത മുട്ടിന് കൂടുതൽ സ്ട്രെയിൻ വരും വൺസ് എ പേഷ്യൻറ്റ് സ്റ്റാർട്ട്സ് വാക്കിംഗ്. സോ 2 ഒരുമിച്ച് ചെയ്താൽ ആ സ്ട്രെയിൻ ഇല്ല. സോ ഫോർ ദ പേഷ്യൻറ്റ് ബൈലാറ്ററൽ നീ റീപ്ലേസ്മെന്റ് ഇസ് വെരി ബെനിഫിഷ്യൽ. പക്ഷെ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വി ഹാവ് ടു സീ പേഷ്യൻറ്റ് സെലക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു അസസ് വിച്ച് പേഷ്യൻസ് ക്യാൻ ടോളറേറ്റ് ബൈലാറ്ററൽ നീ റീപ്ലേസ്മെന്റ്. ബിക്കോസ് ഒരു സർജറി തന്നെ നമ്മൾ 2 തവണ ചെയ്യുകയാണെങ്കിൽ അതിന് എടുക്കാനുള്ള കപ്പാസിറ്റി വേണം. പേഷ്യൻ്റെ ഹാർട്ട് ഫങ്ഷൻ, ലങ് ഫങ്ഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കും. സോ ഇതെല്ലാം എവാലുവേറ്റ് ചെയ്തിട്ട് വൺസ് വി ഫീൽ ദറ്റ് പേഷ്യൻറ്റ് ക്യാൻ ബി ടേക്കൺ അപ്പ് ഫോർ ബൈലാറ്ററൽ നമ്മൾ എടുക്കാറുണ്ട്. അപ് ടു 75 years of age നമുക്ക് സേഫ് ആയിട്ട് ബൈലാറ്ററൽ നീ റീപ്ലേസ്മെന്റ് ചെയ്യാം. 75 years കഴിഞ്ഞിട്ട്
ഈവൻ ഇഫ് യു ഫൈൻഡ് ദീസ് പാരാമീറ്റേഴ്സ് ആർ ഗുഡ്, നമ്മൾ യൂഷ്വലി ഫോർ ദ സേഫർ സൈഡ് പേഷ്യൻ്റ് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ 1 knee at a time ആണ് ചെയ്യുന്നത്. ഈ നീ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരുന്ന കണ്ടീഷൻ എന്താണ്? എൻഡ് സ്റ്റേജ് ആർത്രൈറ്റിസ് ആണ്. അതായത് ആർത്രൈറ്റിസ് ഇസ് ദ എൻഡ് റിസൾട്ട് ഓഫ് മെനി കണ്ടീഷൻസ്. ഒന്ന് വാദം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, അത് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. ഇത് സ്റ്റാർട്ട്സ് അറ്റ് എ യങ്കർ ഏജ്. പിന്നെ ആസ് അവർ ഏജ് ആകുമ്പോഴത്തേക്കും മുട്ടിൻ്റെ തേയ്മാനം കൂടി പോകും. അതേപോലെ ടൈ ബോണും ലെഗ് ബോണും തമ്മിലുള്ള കാർട്ടിലേജ്, ഇതെല്ലാം കൂടെ തേഞ്ഞ് പോയാൽ നമുക്ക് ഈ സ്റ്റേജ് 4 ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടിയ സ്റ്റേജ്. ആ സ്റ്റേജിലെ പേഷ്യൻ്റ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടി. നമുക്ക് വീട്ടിനകത്ത് ഒരു മുറിയിൽ നിന്ന് മറ്റു മുറി പോകാൻ പോലും ആ പെയിൻ ഉണ്ടാവും. അവർ ദേ വിൽ തിങ്ക് ട്വൈസ്, അയ്യോ പോകണോ, ഇത്രയും വേദന സഹിച്ചിട്ട് പോകണോ. പിന്നെ രണ്ടാമത്തെ ബാലൻസ് ഉണ്ടാവില്ല, നടക്കുമ്പോൾ ഒരു തെന്നി പോകുന്ന ഫീലിംഗ് ഉണ്ടാവും. പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്തെ വേദന, നല്ല പെയിൻ ഉണ്ടാവും. അവർക്ക് ഉറക്കം പോലും ഇറ്റ് വിൽ ബി അഫക്റ്റഡ് ബിക്കോസ് ഓഫ് ദ പെയിൻ. സോ ഇതുപോലെ സിംറ്റംസ് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് സ്റ്റേജ് 4. ഈ സ്റ്റേജിലാണ് നമ്മൾ സർജറി റെക്കമെൻഡ് ചെയ്യുന്നത്. സോ എനിക്ക് ഇതുപോലെ ഒരു പേഷ്യൻറ്റ് വീൽ ചെയറിലാണ് വന്നത് OP-യിൽ. ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. ഷി വാസ് അബൌട്ട് 56 years old. യങ് പേഷ്യൻ്റ്. പിന്നെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ സിവിയർ തേമാണ്. പിന്നെ ഇൻഫാക്ട് ഈ പേഷ്യൻ്റ് വാസ് അഡ്വൈസ് സർജറി ഓൾമോസ്റ്റ് 4 years ബാക്ക്. പക്ഷേ എല്ലാവർക്കും പേടിയാണ്, സർജറി ചെയ്താൽ എന്തെങ്കിലും പറ്റുമോ, നമുക്ക് നടക്കാൻ പറ്റുമോ. സോ ആ പേടി ഉള്ളത് കൊണ്ട് ഷി വാസ് നോട്ട് ഗെറ്റിംഗ് ഓപ്പറേറ്റഡ്. പക്ഷെ അവസാനം വീൽ ചെയർ ബൗണ്ട് ആയപ്പം ദെൻ ഷി അണ്ടർസ്റ്റുഡ്, ഓക്കെ എന്തെങ്കിലും ചെയ്യണം. ഷീ ഈസ് ഓൺലി 55, 56. പിറ്റേ ദിവസം തന്നെ വീട്ടിൽ സർജറി എല്ലാം എവാലുവേറ്റ് ചെയ്തിട്ട് സർജറി ചെയ്തു. 4th day ആഫ്റ്റർ സർജറി ഷി വാസ് വാക്കിംഗ് ബാക്ക് ഹോം. ബിക്കോസ് വിത്ത് വാക്കർ സ്റ്റാർട്ടിങ്ങിൽ വാക്കറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും, ബിക്കോസ് മസിൽസ് എല്ലാം വീക്കാണ്. ബട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ മസിൽസ് പതുക്കെ സ്ട്രെങ്തൻ ആവും. ഷി വാസ് വാക്കിംഗ് വിത്തൗട്ട് വാക്ക്. അത് ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ്, ലൈഫ് ചേഞ്ചിങ് സർജറിയാണ്. ഇൻഫാക്ട് നമ്മുടെ മെഡിക്കൽ പ്രൊഫഷനിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ സർജറീസ്, മോസ്റ്റ് ഒരു ലൈഫ് ഇമ്പാക്ടിങ് സർജറി ഇസ് എ ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജറി. വീണെന്ന് എല്ലൊടിയുന്ന ആൾക്കാർക്ക് കമ്പി ഇടുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. കാലിലെ കയ്യിലൊക്കെ കമ്പി ഇടുക. പക്ഷെ അത് ലൈക്ക് ചില സമയം കുറച്ച് 2 വർഷം കഴിയുമ്പോൾ അത് കമ്പി ഊരി മാറ്റണം. ലൈക്ക് അതെങ്ങനെ അത് വർക്ക് ആണ് ഈ കമ്പി? ഹൗ ഡസ് ഇറ്റ് വർക്ക്? സോ എൻ്റെ ഒരു പ്രാക്ടീസിൽ കുറച്ച് പ്രായം കുറഞ്ഞ പേഷ്യൻസിനെ ഐ ഓൾവേസ് റെക്കമെൻഡ് ദം ടു റിമൂവ് ആ ഇംപ്ലാന്റ്. ആൻഡ് അത് ചെയ്യുന്നത് വിതിൻ 1.5 years ആഫ്റ്റർ സർജറി. ഓഫ്കോഴ്സ് കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ സർജറി ചെയ്ത ഒരു ഫ്രാക്ചറിന് വേണ്ടിയിട്ടാണ്. ആ ഫ്രാക്ചർ കറക്റ്റായിട്ട് യുണൈറ്റ് ആയോ ഇല്ലയോ അതൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നന്നായിട്ട് യുണൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ബിലോ 40 years ഓഫ് ഏജ് ഐ വുഡ് റെക്കമെൻഡ് ആ ഉള്ള കമ്പി യു ഷുഡ് റിമൂവ് ഇറ്റ്. എൻ്റെ ഒരു തിങ്കിങ് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കമ്പി ഉള്ളപ്പം അഗെയിൻ ഇഫ് ഹി ഹാസ് സം ഇഞ്ചുറി, ഒരു ആക്സിഡന്റ് ആവാൻ ഇല്ലെങ്കിൽ ഹാസ് എ ബാഡ് ഫോൾ, അപ്പോൾ കമ്പി ഉണ്ടെങ്കിൽ ആ ഫ്രാക്ചർ ആയ ഇറ്റ് വിൽ ബി എ മച്ച് മോർ ഡിഫിക്കൽട്ട് ഫ്രാക്ചർ ടു ട്രീറ്റ്. സോ ദാറ്റ്സ് വൈ ഒരു 1.5 years ആയി കഴിഞ്ഞിട്ട് ഫ്രാക്ചർ യുണൈറ്റ് ആയി കഴിഞ്ഞാൽ റിമൂവ് ദ ഇംപ്ലാന്റ്. ആഫ്റ്റർ ദാറ്റ് യു ആർ ബാക്ക് ടു നോർമൽ. പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയാൽ വി കൻ അഗൈൻ ട്രീറ്റ്. നമുക്ക് റെഗുലറായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇംപ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് ബിക്കംസ് മച്ച് മോർ ഡിഫിക്കൽട്ട്. നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്താലും പ്രശ്നമാണ്, ബിക്കോസ് ഇംപ്ലാന്റ് ഗെറ്റ്സ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ ബോൺ. ഇംപ്ലാന്റിന്റെ പുറത്ത് ന്യൂ ബോൺ ഫോം ആവും, ഇംപ്ലാന്റിന്റെ അകത്ത് ബോൺ ഫോം ആവും. പിന്നെ റിമൂവ് ചെയ്യാനും പാടാം. സോ 1.5 years ഒരു ഐഡിയൽ ടൈം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റും കൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. പൊതുവെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ പോലും അത് സാധാരണ ഒരു ആൾ വീഴുന്നതിനേക്കാളും കൂടുതൽ ഒരു ഇതുണ്ടാക്കുകയും പിന്നെ അവരെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ അവരെ എടുത്ത് പൊക്കാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് വരും. നമ്മുടെ ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അത് നമുക്ക് ബോഡി കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കാനും ഒക്കെ ഏത് രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റും മുന്നോട്ട് ഒരു 50s കഴിഞ്ഞാലൊക്കെ? Start slow. That is the first most important thing. They have to understand what works for them. Maybe they want to start running or they want to do cycling. Or the peer group എന്താണ് ചെയ്യുന്നത്, they may be influenced by that. So അതനുസരിച്ച് they may want to do a particular exercise. They can. പക്ഷെ അത് പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 75-year-old പേഷ്യൻറ്റ് ഹിപ്പ് റീപ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 6 months prior. അവർക്ക് ആ സമയത്താണ് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ടു ഹിം അറ്റ് ദാറ്റ് ഏജ്. കുറച്ച് ഒരു വെയിറ്റ് ഒക്കെ ഉള്ള ഒരു പ്രായമുള്ള പേഷ്യൻ്റ് ആണ്. അപ്പം അറ്റ് ദാറ്റ് ഏജ് ഹി വാണ്ടഡ് ഫിറ്റ്നസ്. ഇറ്റ് ഈസ് എ വെരി സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ്. അപ്പം യു ഹാവ് ടു ഹാവ് ഒരു ടീം ഓഫ് സ്പെഷ്യലിസ്റ്റ് അതുപോലെ ഒരു പേഷ്യൻ്റെ ഫിറ്റ്നസ് കൊണ്ടുവരണം. ഒരു ഓർത്തോപെഡിക് സർജൻ വേണം, ഒരു ഫിറ്റ്നസ് ട്രെയിനർ വേണം, ഒരു ഡയറ്റീഷ്യൻ വേണം, നമ്മുടെ കാർഡിയോളജി ഡോക്ടറിൻ്റെ ഒരു അപ്രൂവൽ, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോ ഫസ്റ്റ് തിങ് ഐ സെൻഡ് ഹിം ടു എ കാർഡിയോളജിസ്റ്റ്. ഫസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ഹാർട്ട് കണ്ടീഷൻ ഇസ് ഓക്കെ. അപ്പോഴേ വി ക്യാൻ ഗോ ഫോർ any form of fitness activity. But he was very keen on weight training. I think ഇപ്പം ഈ ഇൻസ്റ്റ ഒക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാവും, ഐ ഡോണ്ട് നോ. He was saying എനിക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം, വേറെ ഒന്നും വേണ്ട.
പുള്ളിയുടെ ഹിപ്സ് മാത്രം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വാട്ട് എവർ ആക്ടിവിറ്റീസ് വി കൻ ഗിവ് ഹിം വി ഗേവ് ഹിം. സോ ഞാനും എൻ്റെ ട്രെയിനറും വി ഡിസ്കസ്ഡ് ആൻഡ് വി ഗേവ് ഹിം അറേഞ്ച്മെന്റ്. സോ ഹി ഈസ് ഡൂയിങ് വെൽ. Everybody have to make sure that their body is listening to them as long as possible. Many things നമ്മുടെ control ഇല്ല, but whatever is under our control we should try to take it. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു, ലൈക്ക് എങ്ങനെ നമ്മുടെ എല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യണം, എങ്ങനെ ഒരു നല്ല കട്ടിൽ വാങ്ങിക്കണം. അപ്പം ഇത്രയും നല്ല ഇൻഫർമേഷൻസും ഇത്രയും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഡോക്ടർ ഗണേഷ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാത്യു, താങ്ക് യു തോഫിക്. ഗ്രേറ്റ് ടൈം, പുതിയ എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. Best of luck. I hope you keep continuing doing this great work. Thank you so much.